സുമംഗലി, ഐബ്രോ പെൻസിൽ ഒന്ന്. എന്റെ ബാലഗോപാല, ഒരു ഐബ്രോ പെൻസിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചൂടെ മീശ കറുപ്പിക്കാൻ? ശരിക്ക് കേട്ടാ, മഴ പെയ്യും. ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു. വാസ്തവം ഭയങ്കര മഴയായിരുന്നു. നീ എന്നാ വണ്ടിയിലോട്ട് കയറി ഇരുന്നോ? വെളിക്ക് നിന്നാ കുളിരും. ഞാൻ താമസിച്ചോ? എന്നും നേരത്തെ വരാറുള്ള കൊല്ലപ്പള്ളിക്ക് എന്ത് പറ്റി? ഞാൻ അളിയനെ കാണാത്തോണ്ട് വിഷമിച്ചിരിക്കായിരുന്നു. എന്ത് പറ്റി? എന്താ താമസിച്ചെന്ന്? രാവിലെ എഴുന്നേറ്റ് പെട്ടിയുടെ താക്കോല് കാണുന്നില്ല. പിന്നെ ടൗണിൽ പോയി ഒരു പൂട്ടും താക്കോലൊക്കെ വാങ്ങിച്ചോണ്ടാ വരുന്നത്. ഇനിയെങ്കിലും സൂക്ഷിച്ചോ. റൂം റിസർവ് ചെയ്യാൻ വേണ്ടി ഹോട്ടൽ പ്രിൻസിലേക്ക് ഫോൺ ചെയ്തിട്ടില്ലേ? ഉണ്ട്. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ രാവിലെ അങ്ങോട്ട് വിളിച്ചാൽ മതി. ഇനി എന്താ? മുതലാളി പറഞ്ഞില്ല. അയ്യോ വിട്ടോ. അയ്യപ്പനോടെ? എനിക്കറിയില്ല. എവിടെ പോയെന്നറിയാവോ? ഇന്നലെ രാത്രിയില് പോയതാണ്. എങ്കിൽ വിഷമിക്കാനില്ല. അയ്യപ്പനെ ഞാൻ തപ്പെടുത്തു തരാം. കുട്ടപ്പ, വണ്ടി തിരിച്ചുവിടെ. എങ്ങോട്ട് വിടാനായി പറയുന്നത്? അയ്യപ്പൻ ചാരായ ഷാപ്പിൽ കാണും. ഇന്നലെ അടിച്ചടിച്ച് അവിടെ കിടന്നതാ. കുട്ടപ്പ, തിരിച്ചുവിടെ. ചാരായ ഷാപ്പിൽ പോവാം. നാശം പിടിച്ചോ കുടിച്ചു കുടിച്ച് മരിക്കാൻ പോകാൻ തോന്നുന്നു. അങ്ങോട്ട് തന്നെ വിടറാ. വായി നോക്കിയാ കയറാം അങ്ങോട്ട്. അയ്യപ്പനോട് വന്നിരുന്നു. ആരെ? അയ്യപ്പൻ. അയ്യപ്പൻ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു. നേരം വിളിക്കുന്നവരെ പട്ട അടിച്ചിട്ട് തവല കെട്ടാൻ തോയ്യാണ്. പട്ടയടിക്കുന്ന അയ്യപ്പനല്ലയോ, കൈയല്ലല്ലോ. തബല കണ്ട കൈ റെഡി. സാധനം അടങ്ങില്ല സാറേ. ഇന്നലെ രാത്രി ചെന്നിരുന്നു. കുറച്ച് കഴിഞ്ഞ് പോവുകയും ചെയ്തു. ഇനിയിപ്പോ നമ്മൾ എവിടെ അന്വേഷിക്കും? അവൻ നാടകത്തിൽ എത്തിക്കോളും. വണ്ടി വിട്ടപ്പാ.
കനി അയ്യപ്പൻ വന്നോ? ആ വരും. ആശ്വാസം. കനി അയ്യപ്പൻ എത്തിയോ? ആ കരുതി വിഷമിക്കണ്ട. നിങ്ങളുടെ മേക്കപ്പ് കഴിയുമ്പോഴേക്കും പുള്ളിക്കാരൻ എത്തിക്കുള്ളൂ. നാടകം തുടങ്ങാൻ സമയമായി. മുടിഞ്ഞവൻ എവിടെ പോയി കിടക്കുന്നുണ്ട്? അയ്യപ്പൻ ഇങ്ങ് വരുവന്നേ. സമയത്തിന് കയറുന്ന തവലെടുത്ത് വെച്ച് 4 അടി അടിച്ചാ പോരെ? ആ, അവനിങ്ങ് വരട്ടെ. ഒന്നീ തവലയടി അല്ല തണ്ണിയടി, രണ്ടും കൂടെ വേണ്ട. പക്കത്തിന് ഗേറ്റിലാരും അന്വേഷിക്കും. ആ, കയറ്റി വിട്ടത് അത് നിങ്ങളുടെ തവലിസ്റ്റ് അയ്യപ്പൻ. ഇത് തബലിസ്റ്റ് ഒന്നല്ല, വേറെ പാർട്ടിയാ. 6 പേരുണ്ട്, 6 പേർക്കും പാസ് കൊടുക്കണം. നാടകം കണ്ടിട്ട് കൊള്ളാമെങ്കിൽ ബുക്ക് ചെയ്യാൻ വന്നിരിക്കുക. നാടകം കണ്ടിട്ട് കൊള്ളില്ല, ബുക്ക് ചെയ്യല്ലോ. അപ്പൊ കൊള്ളാവോ കൊള്ളില്ല അവരുടെ സ്വന്തം ചെലവിൽ അങ്ങ് തീരുമാനിച്ചാൽ മതി. പാസ് ഉണ്ട്, കൊടുക്കുന്നില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. ആളുകളൊക്കെ വന്നു കഴിഞ്ഞു, നാടകം തുടങ്ങിക്കൂടെ? തരാമെന്നേ, തുടങ്ങ്. അയ്യോ, അത് പറ്റില്ല. പണം വാങ്ങിയിട്ടേ നാടകം തുടങ്ങാവൂന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആരുടെ നിശ്ചയം? ദൈവനിശ്ചയമാണെന്ന് കൂട്ടിക്കൂ. സമയം കളയാതെ വേഗം ചെന്ന് രൂപ എടുത്തോണ്ട് പോവാ. ആളുകൾ പോവാന്ന് പറയുമ്പോൾ നമുക്ക് നാടകം തുടങ്ങിക്കളയാം. വേല കയ്യിലിരിക്കട്ടെ ആശാനെ, ഞങ്ങൾ ഇത് കുറെ കണ്ടതാ. സോഡ വെള്ളോ? സോഡ. അപ്പഴിച്ചവൻ ഇതുവരെ വന്നില്ലല്ലോ. അയ്യപ്പൻ. അയ്യപ്പൻ ഇല്ലെങ്കിലും തബല ഇല്ലേ വക്കച്ച? കൊട്ടാൻ നിന്നെ മറ്റോ വരുമോ? അയ്യോ, പുള്ളിക്കാരെ വാദമായിട്ട് കിടപ്പില്ല. എന്റെ ഫാദറിന്റെ ആരുമില്ലേ പറഞ്ഞേ? നിനക്കൊക്കെ തമാശ. ഇതാ നിങ്ങളുടെ രൂപ. ഇനിയെങ്കിലും തുടങ്ങാം. അത് എണ്ണി നോക്കണ്ടേ? എന്തെങ്കിലും ചെയ്യ്. കളക്ടറും ഭാര്യയൊക്കെ വന്നിട്ടുണ്ട്, ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ. കനി പോയി ആ ബ്രീഫ് കേസ് എടുത്തുണ്ടോ? വന്നോ ചേട്ടാ? ആ, ഇന്ന് തവല ഇല്ലാതെ പാടിയാ മതി. അയ്യോ ചേട്ടാ, തബല ഇല്ലെങ്കിൽ എന്റെ താളം പോവും. അത് സാരമില്ല. നിന്റെ താളം പോകണ സദസ്സിൽ നിന്ന് കൂവൽ വന്നോളും. പേടിക്കാനൊന്നുമില്ല. എല്ലാരും സ്റ്റേജിലേക്ക് ഞാൻ ബെല്ല് കൊടുക്കാൻ പോവാ. നല്ല ചതിയാണല്ലോ അയ്യപ്പൻ കാണിച്ചത്. ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് പോയാൽ ഇതുവരെയും വരാത്തതിന്റെ കാര്യം? രോഹിണിയോട് ഒന്നും പറയാതാണോ അയ്യപ്പൻ ചേട്ടൻ പോയത്? എന്നോടൊന്നും പറഞ്ഞില്ല. ഏതായാലും പാടുന്ന എനിക്കല്ലേ പാട്. അയ്യപ്പൻ വന്നില്ലേ? ഇല്ല. വിഷമിക്കാനൊന്നുമില്ല. ഇന്നത്തെ നാടകം എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി എടുക്ക്. ചിലപ്പോ അനൗൺസ്മെന്റ് കഴിയുമ്പോഴേക്ക് അയ്യപ്പൻ വന്നേക്കും. പാടിന്റെ കാര്യം പോകാം. മാന്യ മഹാജനങ്ങളെ, അഡ്രസ്സുള്ളവരാ വിളി കേട്ടു. ഭാവന തിയേറ്റേഴ്സിന്റെ 11ാമത് നാടകമാണ് കറുപ്പും വെളുപ്പും. സന്തോഷം. സങ്കീർണമായ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ നൂലിഴകൾ ഒന്നൊന്നായി അഴിച്ചെടുക്കുകയും വളരെ കരുതലോടുകൂടി തന്നെ നേടിയെടുക്കുകയും ചെയ്യുന്ന ഈ നാടകത്തിലെ ഒരു വാചകമോ വാക്കോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയാൽ ഈ നാടകം വേണ്ടവിധം ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന സത്യം ഞാൻ തുറന്നു പറയുകയാണ്. അതുകൊണ്ട് നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സോഡയും ബലൂണും പൊട്ടിക്കാതിരിക്കാനും കസേര വലിച്ചും കുഞ്ഞുങ്ങളെ കരയിച്ച് ശബ്ദമുണ്ടാക്കാതിരിക്കാനും സദസ്യർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പെരുമാറ്റം പഠിപ്പിക്കാൻ നാടകം തുടങ്ങ്. അത് ന്യായം. അപ്പൊ വിവരമുള്ളവർ ഈ നാട്ടിലുണ്ട്. ബഹുമാന്യരെ, നാടകം തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഭാവന തിയേറ്റർ. ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ശ്രീദേവി, മോളെ ശ്രീദേവി. ശ്രീദേവി, മോളെ ശ്രീദേവി. മോളെ ശ്രീദേവി. ക്ഷേത്രത്തിൽ പോകുന്ന ഈ വേഷത്തിലാണോ മോളെ? ക്ഷേത്രത്തിൽ ഞാൻ വരുന്നില്ല. നീ പിന്നോട് എന്ത് ചെയ്യാൻ പോകുന്നു? അത് കൊള്ളാം. ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തോളാം. അച്ഛനും അമ്മയും കൂടി പോയാൽ മതി. വന്ന് പ്രാർത്ഥിച്ചിട്ട് പോരടി പെണ്ണെ.
നിങ്ങൾ രണ്ടാളും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. വെറുതെ ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞ് സമയം കളയണ്ട. അവിടെ ഇപ്പൊ പൂജ തുടങ്ങി കാണും. അവൾ വരുന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് പോവാം. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ആമ്പിള്ളേരും പെമ്പിള്ളേരൊക്കെ ക്ഷേത്രത്തിൽ വരുന്നത് തൊടാനോ മറ്റാണോ? നീ വാ. ഹലോ, ജേട്ട് ഫോണിന്റെ അടുത്ത് തന്നെ ഇരിക്കായിരുന്നോ? പ്രതീക്ഷിച്ചിരിക്കായിരുന്നോ? അച്ഛനും അമ്മ അമ്പലത്തിൽ പോയി. ഒരു വിധത്തിലാ ഞാൻ അവരെ പറഞ്ഞു വിട്ടത്. മുത്തശ്ശനോ? മുത്തശ്ശൻ മുറിയിലിരുന്ന് ഗീത വായിക്കുക. ഇപ്പൊ എങ്ങും വെളിയിലേക്ക് വരില്ല. ശരി ശരി, വേഗം വരണേ ചേട്ടാ. ഓഹോ, എന്തൊരു കൊതുക് ഇവിടെ. അയ്യോ, മുത്തശ്ശ, ഇന്ന് അഷ്ടമി ഓണയല്ലേ? മുത്തശ്ശൻ അമ്പലത്തിൽ പോകുന്നില്ലേ? ഓണം മോളെ, മോള് കൂടി മുത്തച്ഛനോടൊത്ത് വന്നോളൂ. അയ്യോ മുത്തശ്ശ, ഞാൻ വരുന്നില്ല. മുത്തശ്ശൻ ഒറ്റയ്ക്ക് പോയിക്കോളൂ. ഓ, മുത്തച്ഛൻ ഒറ്റയ്ക്ക് പോകാൻ വയ്യ മോളെ, വയസ്സായില്ലേ. അച്ഛനും അമ്മയും പോയിട്ടുണ്ടല്ലോ, മുത്തശ്ശൻ അവരുടെ കൂടെ മടങ്ങാമല്ലോ. അയ്യോ മുത്തശ്ശ, പൊള്ളുന്ന പൊള്ള ചൂട്, പനി വിട്ട് മാറിയിട്ടില്ല. മുത്തശ്ശൻ പോയി കിടന്നോളൂ. വരൂ, ഞാൻ കൊണ്ടുവന്നാക്കാം. ചൂട് മുത്തച്ഛന്റെ നെറ്റിയിലല്ല, മോടെ കയ്യില. ഇത് വെറും ചൂടല്ല, മോടെ മനസ്സിലെ ചൂടാണ്. മനസ്സിലെ ചൂടോ? മുത്തച്ഛന് വയസ്സ് കുറയായില്ലേ മോളെ. മോള് അകത്ത് പോയി വിശ്രമിക്കും. മുത്തച്ഛൻ ഇവിടെ ഇരുന്നോളാം. പോയിക്കോളൂ. മണ്ണേ ആദികാരത്തെ മാവലേ സുഗദാജനെ മാ കർമ്മഫലം മടിക്കണ്ട, കേറി പോന്നോളൂ. ജയദേവനോട് തന്നെ പറഞ്ഞത്. കേറി പോരു മോനെ, ഇവിടെ കാത്തിരിക്കയല്ലേ. ആരാ എന്നെ കാത്തിരിക്കുന്നത്? മുത്തച്ഛനാണോ? ഞാനല്ലല്ലോ ഫോൺ ചെയ്തത്, ശ്രീദേവി മോളല്ലേ. ഈ മുത്തച്ഛനെ നിങ്ങൾ പേടിക്കണ്ട മക്കളെ. മുത്തച്ഛൻ ആരുടെയും സ്നേഹത്തിനെതിരെ നിൽക്കില്ല. എന്താണെന്ന് നിനക്കറിയാമോ? എന്താണെന്ന് ജയദേവൻ അറിയാമോ? ഇല്ലല്ലോ മുത്തച്ഛൻ. വലിയ ഒരു സ്നേഹം നഷ്ടപ്പെട്ടവനാണ് ഈ മുത്തച്ഛൻ. അത് നഷ്ടപ്പെട്ടപ്പോഴാണ് അതിന്റെ വില എനിക്ക് മനസ്സിലായി. നിങ്ങളൊന്ന് സംസാരിക്കും. മുത്തച്ഛൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി. എത്ര നല്ല മുത്തശ്ശൻ അല്ലേ? പക്ഷെ രോഹിണിയുടെ അച്ഛൻ അങ്ങനെയല്ലല്ലോ. അതിന് നമുക്കെന്താ? ഞാൻ വെറും പൊട്ട കവിത എഴുതി കിടക്കുന്ന ഒരു ദരിദ്രവാദി. അമ്മയുടെ അഭിപ്രായവും അത് തന്നെയാണെന്ന് തോന്നുന്നു. എന്റെ ജേട്ടന്റെ മഹത്വം അവർക്ക് ആർക്കും മനസ്സിലാവില്ല. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ. നമ്മളെ വേർപെടുത്താൻ ഈശ്വരനല്ലാതെ മറ്റാർക്കും കഴിയില്ല ജേട്ടാ. അതുപോലെ എന്നോട് എന്തിനാണ് വരാൻ പറഞ്ഞത്? നിന്നോട് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. പിന്നെ എന്തിനു വന്നു? ഞാൻ ഫോൺ ചെയ്തിട്ടാ വന്നത്. നീ ഫോൺ ചെയ്തിട്ടു? എന്തിന്? എന്തിനാണ് നീ അവന് ഫോൺ ചെയ്തത്? എന്താ എന്തോന്നാ ഇവിടെ? ആഹാ, അച്ഛനെ ഒരു കാവലിരിക്കായിരുന്നല്ലേ? അതിനിപ്പോ എന്തുണ്ടായി? സ്നേഹമുള്ള ഒരു തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ശത്രുക്കളാണെങ്കിലല്ലേ സൂക്ഷിക്കണ്ടു വിശ്വാസാ. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ഇവിടെ രാജശേഖരന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കല്ലേ? ആ വിവാഹത്തിന് എന്നെ പ്രതീക്ഷിക്കേണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നത്? എന്റെ വിവാഹമാണെങ്കിൽ അത് ഞാൻ തീരുമാനിക്കണം. എടി, രാജശേഖരൻ നിന്റെ മുറച്ചെറുക്കനാണ്. പക്ഷെ ഞാൻ സ്നേഹിക്കുന്നത് ഈ നിൽക്കുന്ന ജയേട്ടനെയാണ്. ഞാൻ വിവാഹം കഴിക്കുമെങ്കിൽ അത് ഇദ്ദേഹത്തെ ആയിരിക്കും. നിന്റെ ഒരു വിളി. അച്ഛാ, ജയേട്ടാ. നീ മേലാതിനകത്ത് വന്നിട്ട് നിന്റെ കാര്യം വിട്ടും പറഞ്ഞേക്കാം. ഒരു പ്രേമക്കാരൻ. ജയേട്ടനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ എന്നെ പറ്റൂ. ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ. അവളുടെ ഒരു ധിക്കാരം. ഇങ്ങോട്ട് വാടി, മാറി ഇങ്ങോട്ട്. അവള് നിന്റെ ഒറ്റ മോള. വേണ്ടതിലധികം സ്വത്തുക്കളും. അവൾക്ക് ഇനി സ്നേഹമുള്ള ഒരു ഭർത്താവിനെയാണ് ആവശ്യം. അത് ഈ ജയദേവനാകുന്നതിൽ എന്താ ഒരു ദോഷം? വയസ്സായെന്ന് വിചാരിച്ച് വിവരക്കേട് പറയാതിരിക്കച്ചാ. കൃഷ്ണ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സാമവേദായുത്സവ. കിളവൻ സാമാന്യം നന്നായി പാടുന്നുണ്ടല്ലോ. ഞങ്ങൾ ആകെ വിഷമിച്ചു പോയല്ലോ. അവിടെ വന്നിരിക്കുന്നു. കേരള സമയത്തിൽ അറിയാൻ പാടില്ലല്ലേ? വേറെ വല്ലതും വിചാരിച്ചോ നാടകം കളിക്കാൻ വന്നിക്കരുത്. അവനെ ഓർത്തിട്ടായിരിക്കും. നിനക്ക് ശ്രീദേവിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ അമ്മാവൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു.
അത് വിശ്വനാഥൻ സ്വത്തുക്കൾ അന്യരുടെ കൈവശം പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. അതൊരു ചെറിയ കാര്യമാണ്. പക്ഷെ അവള് മറ്റേ ആരെയോ പ്രേമിക്കുന്നു എന്ന് പറയുന്നല്ലോ. അത് സാരമില്ല. വിവാഹത്തിന് മുമ്പ് പലർക്കും പലതരത്തിലുള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടായെന്ന് വരും. അതൊക്കെ സാധാരണയാണ്. പക്ഷെ വിവാഹം കഴിയുന്നതോടെ അതൊക്കെ മറക്കും. കിഴവനും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്നാണല്ലോ എന്റെ അറിവ്. കൂട്ടത്തിന് എനിക്കിട്ടും ഒരു തൊഴി തന്ന. ആ, എന്താ ശ്രീദേവിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മുഖവരയുടെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. രാജേട്ടനെ വിവാഹം ചെയ്യാൻ എനിക്കിഷ്ടമല്ല. പക്ഷെ അമ്മാവൻ ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. മനുഷ്യ, എനിക്ക് നിങ്ങളോട് സ്നേഹമില്ല. സ്നേഹിക്കരുത്. വിവാഹത്തിന് മുമ്പ് സ്നേഹിച്ചു പോയാൽ വിവാഹം കഴിയുന്നതോടെ സ്നേഹം നഷ്ടപ്പെടും. പല പ്രണയ വിവാഹങ്ങളും പരാജയപ്പെടുന്നത് അതുകൊണ്ടാണ്. വിവാഹം കഴിഞ്ഞേ സ്നേഹിക്കാം. ഇപ്പോൾ വെറുക്കുന്നതാണ് ഉത്തമം. ഇങ്ങനെയുള്ള ഒരാളോട് ഇനി എന്ത് പറഞ്ഞാണ് കാര്യം ബോധ്യപ്പെടുത്തേണ്ടതെന്ന് മുത്തശ്ശനെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരൂ. മുത്തച്ഛൻ നിസ്സഹായനാണ് മോളെ. സ്നേഹം സ്വർണം പോലെ വാങ്ങാനും കൊടുക്കാനുമാണെന്ന് ധരിക്കുന്നവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നതാണ് ബുദ്ധി. ജയിക്കുന്നത് സാമർഥ്യവും. എങ്കിൽ ഞാൻ ജയിക്കാൻ പോവുകയാണ് മുത്തശ്ശ. നീയോ പോടി മണ്ടി. വല്ല നോവലിലും കഥയിലും വായിച്ചു കാണും. കഥയും നോവലും എഴുതാൻ മനസ്സിന്റെ സമനില തെറ്റിയവനും കഴിയും. കയ്യിൽ പണമുണ്ടെങ്കിൽ അത് അച്ചടിപ്പിക്കുവാനും കഴിയും. അച്ചടിച്ചു വരുന്നതൊന്നും അനുകരിക്കാൻ ശ്രമിക്കരുത്. ഞാൻ അവസാനമായി ഒന്ന് കണ്ടിട്ട് വരാം. കർമ്മ സംസ്ഥാപനാഥായ സംഭവാമി യുഗേ യുഗേ. ഉറങ്ങിയിട്ട് തന്നെ ബാക്കി കാര്യം. ഹലോ, അതെ 234 തന്നെ. അതെ, കൊടുക്ക്. ഹലോ, അതെ ചെല്ലപ്പനാണ്. അയ്യപ്പനോ? ഇവിടെ വന്നില്ല. നാളെ പന്തളത്താണ് കാണുമെന്ന് അറിയാമല്ലോ. അയ്യപ്പൻ ഉച്ചയ്ക്ക് മുമ്പ് ക്യാമ്പിൽ എത്തുകയാണെങ്കിൽ പന്തളത്ത് വരാൻ പറയണം. ആ, രാവിലെ അവിടെ ഒക്കെ ഒന്ന് അന്വേഷിച്ചേര്. അതെ, ആ അയ്യപ്പന്റെ മറ്റേ ഭാര്യയുടെ വീട്ടിൽ കൂടെ ഒന്ന് അന്വേഷിച്ചേക്കണം. അതെ, കണ്ടു കിട്ടുന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞയക്കണം. ആ, മതി മതി, ജനാർദ്ദനാണെങ്കിലും മതി. അയ്യപ്പനെ കണ്ടു കിട്ടുന്നില്ലെങ്കിൽ ജനാർദ്ദനെ എവിടുന്നെങ്കിലും കണ്ടുപിടിച്ച് നാളെ എത്തിച്ചേക്കണം. ആ, ശരി ശരി. വ്യവസ്ഥ ഇല്ലാത്തവനൊക്കെ നാടക കമ്പനി കൊണ്ടുനടക്കാൻ പറ്റില്ല. ശരി ശരി, നിങ്ങളൊക്കെ പോയി കിടന്നുറങ്ങും. ആ, നീയും പോയി കിടന്നുറങ്ങും. സ്റ്റേജിൽ വെച്ച് തുടങ്ങിയ രഹസ്യം പറച്ചില്ല ഇവിടെ വന്നിട്ടും തീർന്നിട്ടില്ല. ഏതായാലും രഹസ്യം പറച്ചിലുകൊണ്ട് അടങ്ങിക്കൊള്ളുമല്ലോ. വേറെ ശല്യം ഒന്നുമില്ല. അതൊരു ആശ്വാസമാണ്. അയ്യോ, ഇതുവരെ നിർത്തിയില്ലേ? പോയി കിടന്നുറങ്ങാൻ നോക്ക്. അല്ല, എനിക്ക് രാധയോട് സ്വകാര്യം പറയാനുണ്ട്. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ നാളെ കേട്ടോളാം. ഇന്ന് വിട്, വാടി. അല്ല, രോഹിണിയുടെ മുഖത്തെന്താ ഒരു മ്ലാനത? എന്റെ ബാലഗോപാല, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. രോഹിണിക്കാണെങ്കിൽ അയ്യപ്പനെ കാണാത്ത വിഷമം. അതിനിടയ്ക്ക് കുശലം ചോദിക്കാൻ വന്നിരിക്കും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ടൈമേ, ഗുഡ് നൈറ്റ്. ആ ആ ആ ആ. നീ ഉറങ്ങിയില്ലേ? ഇല്ല ചേച്ചി. പക്കച്ചൻ വഴക്ക് പറഞ്ഞതുകൊണ്ടാണോ? അത് അയാളുടെ ഒരു സ്വഭാവമാണ്. എല്ലാവരെയും ഇങ്ങനെ വഴക്ക് പറയും. അതുകൊണ്ടൊന്നുമില്ല. പിന്നെന്താ? അയ്യപ്പൻ വരാത്തത് കൊണ്ടോ? നാളെ രാവിലെ എങ്ങെത്തും. എവിടെയെങ്കിലും പെട്ടിരിക്കും. നീ കിടന്ന് ഉറങ്ങും. നാളെ നാടകമുള്ളതാ. ഭാവന തിയേറ്റേഴ്സ് സാർ ഏത് റൂമിലാണ് താമസിക്കുന്നത്? 24. ആ, എനിക്ക് ഇന്ന് ഒരു 10 രൂപ കൂടുതൽ തരാൻ പോവാ. യെസ്.
ആ. നമസ്കാരം. ജനാർദ്ദനോ? ക്യാമ്പിൽ പോയിരുന്നോ? പോയിരുന്നു. അയ്യപ്പനെ കുറിച്ച് ഒരു വിവരമില്ല. ഇല്ലെന്നാണ് ചെലവും പറഞ്ഞത്. ഇയാളത് എവിടെ പോയി? എവിടെങ്കിലും പോയി തോല കിട്ടുന്ന ഗുരുത്തമില്ലാത്തവൻ. അവൻ ഇനി വന്നാലും നമുക്ക് വേണ്ട. ആ ജനാർദ്ദനം പോയ പാട്ടിന്റെ റിഹേഴ്സലൊക്കെ വന്നു. ആ. നീ പോയി ഓർക്കസ്ട്രക്കാരെ വിളിച്ചേ. ചമ്പക പുഷ്പ സുവാസിതയാമം ചന്ദ്രികയുണരും യാമം. നട ഇതല്ല. താകന്ന തിനക്കത്തിന് താകന്ന തിനക്കത്തിന്. രോഹിണി ഇറങ്ങുന്നില്ലേ? ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ. കനിയേ, നീ ചെന്ന് അയ്യപ്പനുണ്ടോന്ന് ഒന്ന് നോക്കിയിട്ട് വാ. ചെല്ലടാ, അവനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. അല്ലാതെ മുമ്പ് വെച്ച് എനിക്ക് അവനോട് 10 പറയണം. എവന്റെ കൂടെ ജീവിക്കുന്ന എവളെ വേണം പറയാൻ. ഓരോരുത്തർക്കും ഓരോ അഭിരുചിയല്ലേ വക്കച്ച. ചിലര് തബലയുടെ കേട്ട ഇളകി പോവും, വേറെ ചിലര് പാട്ട് കേട്ടാ വീണു പോവും, മറ്റു ചിലര് വേണ്ട, നീ എവിടെട്ടാ താങ്ങുന്ന എനിക്കറിയാം. അയ്യപ്പൻ വന്നിട്ടില്ല സാറേ. വന്നില്ലെങ്കിൽ ഒരു പോക്ക് പോട്ടെ. രോഹിണി ഇവിടെ ഇറങ്ങുന്നോ അതോ ക്യാമ്പിലോട്ട് വരുന്നോ? ക്യാമ്പിലൊന്നും കിടക്കാമല്ലോ രോഹിണി. ചേച്ചിക്ക് എന്റെ കൂടെ കിടന്നൂടെ? അവൾ ഒറ്റയ്ക്കല്ലേ, ഞാൻ കൂടി ചെല്ലട്ടെ വക്കച്ച? ആ ചെല്ല്. നാടകത്തിന്റെ ഡേറ്റ് ഒക്കെ കുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ആ ഒരുത്തി കൂട്ടത്തിൽ താമസിക്കുന്നുള്ള കാര്യമെങ്കിലും ഓർമ്മിക്കണ്ടേ? എവിടെ പോയാലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? നിന്നോടൊന്നും പറയാതെ പോയത്? ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ രോഹിണി. കല്യാണം കഴിഞ്ഞ 4ാമത്തെ ദിവസം എന്റെ പൊന്നും എടുത്തുകൊണ്ട് നാട് വിട്ടവനായ എന്റെ ഭർത്താവ് കൊല്ലൊന്നും പറയാതെ പോയത്? ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ രോഹിണി. കല്യാണം കഴിഞ്ഞ 4ാമത്തെ ദിവസം എന്റെ പൊന്നും എടുത്തുകൊണ്ട് നാട് വിട്ടവനായ എന്റെ ഭർത്താവ് കൊല്ലം 7 കഴിഞ്ഞു, ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. ദുഷ്ട. നിന്റെ അനിയത്തിയുടെ കല്യാണ തീയതി ഉറപ്പിച്ചോ? ഇപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താ? പറയാൻ വിഷമമുള്ള കാര്യമാണെങ്കിൽ പറയണ്ട രോഹിണി. ഒരു സമിതിയിൽ നിന്ന് മറ്റൊരു സമിതിയിലേക്ക് ആളുകൾ പോകുന്നത് സാധാരണ സംഭവമാണ്. പക്ഷെ അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം കാര്യം അങ്ങനെയല്ല. കാണാതായിട്ട് 2 ആഴ്ചയോളമായി. വക്കച്ചൻ ചേട്ടൻ കുഴയും. അതിന് ഞാനെന്തിനാ കുഴയുന്നത്? അയ്യപ്പൻ പോയെങ്കിൽ എനിക്ക് ജനാർദ്ദനുണ്ട്. എന്ന് വെച്ച് കാണാതെ പോയാലിന് സമാനം പറയാതിരിക്കാൻ പറ്റുമോ? അയ്യപ്പൻ എവിടെ പോയി? ഞാനും അത് തന്നെയാ ചോദിക്കുന്നത്. എവിടെ പോയി അയ്യപ്പൻ? പറ. ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് വക്കച്ചൻ തന്നെയാണ്. ഞാനോ? ന്യായം? സുന്ദരിയും യുവതിയുമായ രോഹിണിയുടെ ഭർത്താവായ അയ്യപ്പനെ നാടക കമ്പനി ഉടമസ്ഥനായ വക്കച്ചൻ ഇടിച്ചോ തൊഴിച്ചോ കുത്തിയോ കൊന്നു, ഇല്ലെങ്കിൽ കൊല്ലിച്ചു. എടാ 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 മഹാഭാവി, അല്ലാതെ ഞാൻ പറയുന്നതല്ല, വേറെ ആരെങ്കിലും പറയുന്നു എന്നിരിക്കട്ടെ. സ്ത്രീ വിഷയത്തിൽ വക്കച്ചനത്ര മോശക്കാരനൊന്നും അല്ല. എന്നാലും എടാ പരമദ്രോഹി, നിന്റെ ഈ ഒടുക്കത്തെ വാചകം നിർത്തടാ. ഞാൻ ഈ പെണ്ണോട് അല്പം അടുപ്പം കാണിക്കുന്നുണ്ടല്ലേ? നിന്റെ ഈ വേലവെപ്പ് മനസ്സിരിക്കട്ടാ. അല്ല വക്കച്ച, വരണം തമാശന് പറഞ്ഞതാണെങ്കിലും ഇങ്ങനെ ഒരു ചാർജ് വന്നുകൂടുന്നില്ല. കൊല്ലപ്പള്ളി എന്ത് പറയുന്നു? ഞാൻ എന്ത് പറയാനാണ്? എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയാറില്ല. എന്നാ വേണ്ട. ബാലഗോപാൽ എന്ത് പറയുന്നു? അയ്യോ, നമ്മളെ വിട്ടേ. വല്ല പെണ്ണുങ്ങളുടെയും കാര്യം ഉണ്ടെങ്കിൽ അങ്ങേരോട് ചോദിക്കാൻ അങ്ങേര് പറയും. ഒരു കാര്യം ഞാൻ തീർത്ത് പറയാൻ വക്കച്ച, ആരൊഴിഞ്ഞു പറയാനും വക്കച്ചൻ ഒഴിഞ്ഞു പറയാൻ പറ്റത്തില്ല. എടാ അതിന് അയ്യപ്പൻ ചത്തിട്ട് വേണ്ടേ? ചത്തില്ലെങ്കിൽ പിന്നെ എവിടെ അയ്യപ്പൻ? ഈ ട്രൂപ്പിൽ സഹരിച്ചിരുന്ന ആളല്ലേ. ഇപ്പൊ ഒരു നാശമായോ? മഹാനാശമാണ്, പറഞ്ഞില്ലെന്ന് വേണ്ട. വക്കച്ചൻ തടി രക്ഷപ്പെടുത്താൻ ഇപ്പോഴേ എന്തെങ്കിലും ചെയ്തോ, അല്ലെങ്കിൽ ഞങ്ങള് ജയിലിൽ വന്ന് കാണാം. എടാ നിന്റെ കരുതാക്കെടുത്ത് വളയ്ക്കാറാ. ഈരായിട്ട് എനിക്ക് ഹാർട്ട് ഉണ്ടോന്ന് സംശയമുള്ളവനാ ഞാൻ. വളരെ ശരിയാണ്. നാടകം കഴിഞ്ഞ് ശമ്പളം എണ്ണി തരുമ്പോ വക്കച്ച ഹാർട്ട് ഉള്ളവരാണോ എന്ന് ഞങ്ങൾ സംശയിക്കാറുണ്ട്. ഇല്ല, നിന്നെ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. എടാ നിന്നെ ഞാൻ പറഞ്ഞു വിടും കേട്ടോ. പറഞ്ഞുവിട്ടാണെങ്കിൽ അതുകളാ. വക്കച്ച അയ്യപ്പ കേസ് രക്ഷപ്പെടാനുള്ള മാർഗം നോക്ക്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? പോലീസിനെ അറിയിക്കണം, അത്ര തന്നെ. പോയിട്ടിപ്പോ എത്ര ദിവസമായി?
ഇന്നിപ്പോ 15ാമത്തെ ദിവസമാണ്. എവിടൊക്കെ അന്വേഷിച്ചു? പ്രത്യേകിച്ച് ഒരന്വേഷണം ഒന്നും നടത്തിയില്ല. വരുമെന്ന് വിചാരിച്ച് കാത്തിരുന്നു. സാറെന്താ ഇങ്ങനെ നോക്കുന്നേ? ഇയാളുടെ ഫോട്ടോകൾ വല്ലതും കയ്യിലുണ്ടോ? കയ്യിലില്ല, ക്യാമ്പിൽ കാണും. നിർത്ത് നിർത്ത്, എവിടെ പോവാ? ആരാ? എന്റെ ഭർത്താവ് എവിടെ? അയ്യപ്പന്റെ ഭാര്യ. എന്താ വേണം? എന്താ വേണമെന്ന? തന്റെ കമ്പനിയിൽ തവിലും കൂട്ടി നടന്ന എന്റെ ഭർത്താവിന് താൻ എന്തോ ചെയ്തു? എന്റെ മോന്റെ തന്തയ്ക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് എപ്പോഴും അറിയണം. ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പ്രയോജനമില്ല. ഞങ്ങൾ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന കണ്ടില്ലേ യക്ഷി? ഇവിടെ ഒരുത്തി അങ്ങനെ ഇല്ലായ്മ ചെയ്തത്. ഇവിടെ കൂടെ ഞാൻ സമാധാനം പറയിപ്പിക്കും. ഇറങ്ങി ആടിങ്ങോട്ട്. വണ്ടിയെ കാണാൻ പറ്റില്ല. എന്നാൽ ആഴങ്ങോട്ട് ഇറക്കി വിട്. എടി എടി അടക്കം കൊല്ലി ആദ്യം ഇറങ്ങി ആടിങ്ങോട്ട്. നിങ്ങൾ ആരെങ്കിലും ഈ സ്ത്രീ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചേ. ഇവരുടെ ആരാ കാണാതെ പോയത്? ഭർത്താവ്. പിന്നെ എങ്ങനെ സമാധാനിപ്പിക്കുന്നേ? എന്നിട്ട് ഞങ്ങളങ്ങ് ഒളിച്ചു വെച്ചിരിക്കല്ലോ. മറുപടി കമ്പനിയിലുള്ള ആരെങ്കിലും കാണാൻ പോയി കൈമർത്തി കാണിച്ചാൽ മതിയോ? എന്റെ കമ്പനി ഇതുവരെ ആരെയും കാണാൻ പോയിട്ടില്ല. ഈ വരെ ഞാൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താണെന്ന് പറഞ്ഞു? എനിക്ക് എന്റെ ഭർത്താവിന് വേണ്ടേ? അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ? പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് മാറി വയ്ക്കും. വണ്ടി പോട്ടെ. പറ വേറെ ഡോടച്ച് പുലിവാല് പിടിച്ച് ഏർപ്പാട്. അയ്യപ്പൻ എന്ന് പറയുന്ന അരിച്ചവനെ ഗ്രൂപ്പിൽ എടുത്ത് തന്നെ വണ്ടി വിടടാ കുട്ടപ്പ. നല്ലൊരു മദ്യപാനിയുടെ മുഖം. കുറ്റവാളിയുടേതും. ആള് വളരെ ഫേമസ് കലാകാരനാ അല്ലേ? കലാകാരന്മാരിൽ പലരും ഫേമസ് കുറ്റവാളികളുമാണ്. എന്തായാലും അസാധാരണമായൊരു മുഖമാ. അന്വേഷണ റിപ്പോർട്ടിൽ ഒരു അല്പ അസാധാരണത്വം ഉണ്ട്. അച്ഛനും അമ്മയും കുട്ടിക്കാലത്തെ മരിച്ചു. 15ാമത്തെ വയസ്സിൽ നാട് വിട്ടു. ലക്നൌവിൽ ഒരു ഭാര്യയും കുഞ്ഞുമുണ്ട്. നാട് വിട്ടുപോയതിന്റെ 15ാമത്തെ വർഷം മടങ്ങിയെത്തുന്നത് സമർത്ഥനായ ഒരു തബലിസ്റ്റായിട്ടാണ്. ലക്നൌവിലെ ഭാര്യയും കുഞ്ഞും? അവരെ അവിടെ വിട്ടു. നാട്ടിൽ വന്ന് വേറൊരുത്തിയെ കല്യാണം കഴിച്ചു. അമ്മിണി. അതിലൊരു കുട്ടിയുണ്ട്, വിഷ്ണു. പേര് കൊള്ളാമല്ലോ. പക്ഷെ ആള് പെച്ചക. ഓഹോ. ഇവിടെയുള്ള പല നാടക സംഘത്തിലും നൃത്ത സംഘത്തിലും അയ്യപ്പൻ തബലിസ്റ്റ് ആയിരുന്നിട്ടുണ്ട്. എവിടെ ചെന്നാലും അവിടെയൊക്കെ ഭാര്യയെ പോലെ ഒരുത്തെ കയ്യിലെടുക്കും. അപ്പോൾ നാട്ടിലുള്ള ഭാര്യയോ? അപ്പൊ ലക്നൌവിലുള്ള ഭാര്യയോ? അത് ശരിയാ. അവസാനം പാവന തിയേറ്റേഴ്സിലെത്തും. അവിടെ പുതിയ ഭാര്യയൊന്നുമില്ലേ? പിന്നെ അത് ഒഴിവാക്കാൻ പറ്റൂ. പാവന തിയേറ്റേഴ്സിലെ പ്രധാന നടിയാണ് രോഹിണി. അവിടെ അയ്യപ്പൻ കല്യാണം കഴിച്ചോ ഇല്ലയോ എന്നൊന്നും ആർക്കും ഒരു നിശ്ചയമില്ല. എന്തായാലും അവരൊരുമിച്ച് നാടക ക്യാമ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ ഒരു വാടക വീട്ടിലാണ് താമസം. കഴിഞ്ഞ 16-ാം തീയതി രാത്രി അവിടെ നിന്ന് പോയതാണ്. പിന്നെ കണ്ടിട്ടില്ല. ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ചുമതല എന്റെ തലയിലുമായി. ഇതുപോലുള്ള പല കേസുകളിലും വിജയിച്ചിട്ടില്ലേ? അതുകൊണ്ടാണ് ഇതും ഇങ്ങോട്ട് തന്നെ വന്നത്. ആ വിജയത്തിന്റെയൊക്കെ പിന്നിൽ എന്റെ മോളിയുടെ ബുദ്ധി ഉപദേശമൊക്കെ ഉണ്ടായിരുന്നു. ഞാനതല്ല ആലോചിക്കുന്നത്. ഈ പെണ്ണുങ്ങളൊക്കെ ഇത്ര മണ്ടികളാണോ? ഇയാൾ ചെല്ലുന്നിടത്തെല്ലാം ഈ കാമുകിമാരെ എങ്ങനെ കിട്ടുന്നു? ധീരസാഹസികതയോടുള്ള ആരാധന. കുറ്റകൃത്യങ്ങൾക്ക് ധീരസാഹസികതയുടെ മറ്റൊരു മുഖമില്ലേ? നേരാ. വന്നു കിടക്കൂ. നേരെ ഒരുപാടായി. ഇനി രാവിലെ ആലോചിക്കാം. ഞാൻ ഈ കേസിന്റെ അന്വേഷണം എവിടെ തുടങ്ങണം? അഡ്വൈസറുടെ ഉപദേശം അനുസരിച്ച് തന്നെ ആയിക്കളയാം. എവിടെ തുടങ്ങണം? ഭാവന തിയേറ്റേഴ്സിൽ. കറക്റ്റ്. എനിക്കും അത് തോന്നിയതാ. നമ്മൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നു അല്ലേ? മിസ്റ്റർ അയ്യപ്പൻ തബലിസ്റ്റ്. എന്താണെന്ന് കാണാൻ പാടില്ലേ? അവളോട് നിർത്താൻ പറയും. അങ്ങോട്ട് പറഞ്ഞോളൂ. സ്വന്തം ഭാര്യയല്ലേ? നിർത്തടി എന്നിട്ട് ചാട്ടം. അതൊക്കെ എന്ത് സംഭവിച്ചു? രാധയ്ക്ക് എന്ത് സംഭവിച്ചു? രാധയ്ക്ക് എന്ത് സംഭവിച്ചതെങ്കിൽ തന്നെ പരിശോധിക്കണം. എന്നെയോ?
എന്നെയോ പൊന്നാണന്മാർക്ക് പെണ്ണെ കെട്ടിച്ചു കൊടുത്താൽ എങ്ങനെയായിരിക്കും? ചേച്ചി ഇവിടെ നിൽക്കുന്നു. ചേച്ചി ഇവിടെ നിൽക്കുന്നു. അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ വല്ലതൊക്കെ പറയുമായിരുന്നു. ഭർത്താവ് പറഞ്ഞു. ആ നർത്തകാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ കൃഷ്ണകുട്ടി അവളെ വാങ്ങാൻ കഴിച്ചത്. അതിനുള്ള നൃത്തം മോശമാണെന്ന് ഞാൻ പറഞ്ഞോ? പറയണം. വിവാഹത്തിന് ശേഷം ഒരിക്കലെങ്കിലും നൃത്തം ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കും? എന്നിട്ട് അവളുടെ പഴയ ആളുകളോട് കൂടി അവൾ തുള്ളിച്ചു കിടക്കുന്നത് ഞാൻ കാണണം, അല്ലേ? മനസ്സിലിരിക്കട്ടെ അറിയാം. ഇത് പറയാൻ ബാലഗോപാലിന് ലജ്ജയില്ലേ? ഞാൻ എന്തിനു തെറ്റിക്കണം? നിങ്ങളൊരു പുരുഷനെ പോലെ സംസാരിക്കണം മിസ്റ്റർ. വിവാഹത്തിന് മുമ്പ് സ്ത്രീ പുരുഷൻ വേറെ സ്നേഹബന്ധം ഉണ്ടായിരുന്നു. എല്ലാം മറക്കണം. അതാണ് ഭർത്താവ് ആത്മബന്ധമില്ലാത്തവനാണെങ്കിൽ എല്ലാം തകരും. ഒരു കാര്യം ചെയ്ത് ഞാനൊരു ബലമില്ലാത്തവനാണ്. എന്റെ ബന്ധം ഓ നിന്റെ ഒരു ഒടുക്കത്തെ പട്ടേടി ഫൈനൽ റിഹേഴ്സൽ നടക്കുന്നേ. നാളെ നാടകം അറിയാവോ? അയ്യപ്പൻ പട്ടയടിയും തബലടിയും തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. ഞാൻ പട്ടയടിക്കുന്നു, ബക്കച്ചൻ വിസ്കി അടിക്കും. അത് സ്റ്റാറ്റസിന്റെ പ്രശ്നം. ബക്കച്ചൻ പോ. എങ്കിലും ഇങ്ങനെ ഈ സിഗരറ്റും കടിച്ചതുകൊണ്ട് കരിക്കാടാ ദുഷ്ടാ. 2 താറാമുട്ട എങ്കിലും വാങ്ങിച്ചു വിഴുങ്ങ. അത് ന്യായം. എന്നിട്ട് അവളുടെ പഴയ ആളുകളോട് കൂടി അവൾ തുള്ളിച്ചു കിടക്കുന്നത് ഞാൻ കാണണം, അല്ലേ? പക്ഷേ ഭർത്താവ് ആത്മബലമില്ലാത്തവനാണെങ്കിൽ ആകെ തകരും. ഞാൻ ഒരു ബലമില്ലാത്തവനാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ബന്ധം കൊടിഞ്ഞു. ആ രപ്പാളി, ഇതിനു വേണ്ടിയാണോ നീ അവളെ വിവാഹം കഴിച്ചത്? ഇപ്പൊ നിനക്ക് ബന്ധം ഒഴിയണം, അല്ലേ? ഒഴിയണമെങ്കിൽ ഒഴിഞ്ഞോളൂ. വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും നിന്റെ പിന്നാലെ വരത്തില്ല. ശരി, എങ്കിൽ കാണിച്ചു തരാം. സാബു അവനെ തിരിച്ചു വിളിക്കും. അവൾക്ക് എന്തിനാ ചേച്ചി ഇങ്ങനെ ഒരു ഭർത്താവ്? അവളെ ഭ്രാന്ത് പിടിപ്പിക്കാനും. ഇവനെവിടെയും പോയി ചാവട്ടെ. എന്റെ ദൈവമേ. ഇന്നത്തെ നാടകം കലക്കി വകച്ചോ? താങ്ക് യു. പുതിയ നാടകമാകുമ്പോൾ ഞാൻ അറിയിക്കും കേട്ടോ. അടുത്ത കൊല്ലം കാണണം. ഡെഫിനറ്റ്ലി. ഓക്കെ, എല്ലാരും കയറിയോടാ. അയ്യപ്പനെ കണ്ടില്ല. അവളെങ്ങാനും ഉണ്ടോന്ന് എന്ന് നോക്കടാ. നാശം പിടിച്ചവൻ. അണ്ണാ 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 എഴുന്നേക്ക്. എഴുന്നേക്ക്. ഇതൊരു നാശമാണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കയറാ. പിടിച്ചേറാ. 24 മണിക്കൂറും പട്ടടി തന്നെ. ബാക്കിയുള്ള പിന്നെ നടക്കണം. ആ കാലമാടുണ്ടോ ഇവിടെ? കാലമാട് അതാരാ? അയ്യപ്പന്റെ ഭാര്യയാണ്. ഓഹോ, കണ്ടിപ്പോ എന്താ വേണം? എന്താ വേണം? ആ. എനിക്ക് അങ്ങനെ ഒന്ന് കാണണം. കല്യാണം കഴിച്ചൊരു കൊച്ചിനെ കയ്യിൽ തന്നു പോയതാ. ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോന്ന് അന്വേഷിക്കാൻ അങ്ങനെ സമയമുണ്ടോ? അപ്പോഴേ ഇവിടെ കിടന്ന് ഒച്ച വെക്കരുത്. ഇത് റിഹേഴ്സൽ ക്യാമ്പാണ്. ഇതിന് വേണ്ടി പട്ടാള ക്യാമ്പ് കണ്ടിട്ടുള്ളോളാ ഞാൻ. നീ എന്താണ് ഇവിടെ വന്നേ? എനിക്ക് മനസ്സുണ്ടായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ട് എത്ര ദിവസമായി. കയ്യിൽ കിട്ടുന്ന കാശ് മുഴുവൻ അങ്ങനെ കള്ളു കുടിച്ച് തീർത്താൽ ഞാനും ചെറുക്കൻ എങ്ങനെ ജീവിക്കും? കാട് കുടിക്കുന്ന അപ്പനാ. ഞാൻ പോവില്ല. എന്നെ വിട്. ഞാൻ പോവില്ല. എന്താ അയ്യപ്പൻ നിങ്ങൾ കാണിക്കുന്നത്? അയ്യോ, ഞാൻ എന്നാ ചെലവ് കൊടുക്കുന്നത്? വരൂ സഹോദരി. വേണ്ട വേണ്ട, തന്റെ രഹസ്യം പറിച്ചു വന്നോ എടുത്തു വന്നോ. വീട്ടിൽ പോകാനാ പറഞ്ഞു. പൊന്നയ്യപ്പ ഞാൻ ഇവിടെ നടത്തിക്കൊണ്ട് പോയിക്കോട്ടെ. എന്നെ അവമാനിക്കാതിരിക്കാനും ചെയ്യാം. എന്നാ വക്കത്തെ 50 രൂപ തോളായി കൊടുക്കും. നാശം പോട്ടെ. ആ ഉടനെ കുരിശെടുത്ത് എന്റെ തോളെ വെച്ചു. എന്നെ ഒറ്റ തോപ്പിച്ചില്ല. മര്യാദ കാണിക്കരുത്. ഇത് ആരോഗ്യം വേണം. എന്നെ വിടുന്നതാണ് നല്ലത്. വിടുന്നത് എന്തോ എന്തോ ചെയ്യുന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അയ്യപ്പൻ ഇന്ന് തന്നെ പെട്ടെടുത്ത് നടണം. ഇനി ഇവിടെ താമസിക്കണം. ഞാൻ പിന്നെ എവിടെ താമസിക്കും? പരിപാടിക്ക് മാത്രം വന്നാൽ മതി. നിന്നെ ഈ ക്യാമ്പിൽ താമസിക്കാൻ കൊള്ളുകയില്ല. അതുകൊണ്ടാണ്. ഞാൻ പരിപാടിക്കുമില്ല. വേറെ ആവോ നോക്കിയോ? അപ്പൊ പലപ്പോഴായിട്ട് എന്നെ വാങ്ങിച്ച പൈസയോ? ആ, അത് വാങ്ങിക്കാൻ വാങ്ങിച്ചോ. ഓ, നാട്ടിൽ വേറെ ആർക്കും ട്രൂപ്പില്ലാത്ത പോലെ. താൻ പോടോ. എങ്ങനെ അവൻ നന്നാകത്തില്ലെന്ന്. വീണ്ടും അയാൾ നിങ്ങളുടെ ട്രൂപ്പിൽ എങ്ങനെ വന്നു? എന്റെ സമിതി കുഴപ്പമുണ്ടാക്കിയിട്ടാണ് പോയെന്ന് എല്ലാവരും അറിഞ്ഞു. അതുകൊണ്ട് വേറെ നാടകസഭയിലൊന്നും അയ്യപ്പനെ ആരും പങ്കെടുപ്പിച്ചില്ല. പിന്നെ കുറച്ചാളെ ഏതോ ഡാൻസ് ട്രൂപ്പിലൊക്കെ തബല വായിച്ച് നടന്നു. ഇപ്പൊ താമസിക്കുന്ന വീട് അന്ന് വാടകയ്ക്ക് എടുത്താ. നാടകത്തിന് കിട്ടുന്ന അത്രയും പരിപാടി ഡാൻസിന് കിട്ടുമോ? അത് വല്ലതും കൊണ്ട് അയ്യപ്പന് ജീവിക്കാൻ പറ്റുമോ? എന്റെ 8ാമത്തെ നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ കയറി വന്നിരിക്കുന്നു. നിർത്തി വെക്കച്ചാ, കുടി നിർത്തി.
അയ്യപ്പൻ പറയുന്ന എനിക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കാൻ വെക്കച്ച, സത്യമായിട്ട് ഞാൻ ഇനി ഒരിക്കലും കുടിക്കില്ല. ആ, മര്യാദക്ക് നിൽക്കാമെങ്കിൽ നിൽക്കാം. അടുത്ത ആഴ്ച മുതൽ പുതിയ നാടകത്തിന് റിഹേഴ്സൽ തുടങ്ങാണ്. നീയും നീയുന്നുണ്ടോ? ആ, എന്തെങ്കിലും ചോദിച്ചിട്ട് റിഹേഴ്സൽ കയറുന്ന ഞാൻ പറയുന്നത് കേട്ടോ, പറഞ്ഞേക്കാം. ആവർത്തിക്കുന്നു. പക്ഷേ ആധുനിക പൗരുഷത്തിന്റെ വക്താവായ ഈ രാജശേഖരൻ നിന്നോട് പറയുന്നു, അഥവാ പ്രഖ്യാപില്ലേ, പൗരുഷത്തിന്റെ വക്താവായ ഈ രാജശേഖരൻ നിന്നോട് പറയുന്നു അഥവാ പ്രഖ്യാപിക്കുന്നു, ഈ തലമുറയിലെ പൗരുഷം ശ്രീത്വത്തിന്റെ കുതന്ത്രത്തിൽ കുടുങ്ങുമെന്ന് കരുതേണ്ടടി ഉലടെ. സ്ത്രീത്വത്തിന്റെ കുതന്ത്രത്തിൽ കുതന്ത്രം. ആ, കുതന്ത്രം കുടുങ്ങുമെന്ന് കരുതേണ്ടടി കുലടെ. കുലടെ. അവളെന്തേടാ ലളിത? അവള് വന്നില്ല, ഇനി വരാനും പറ്റില്ല എന്ന് പറഞ്ഞു. കാര്യം? അവൾക്ക് കല്യാണമാണ്. കല്യാണം? ആരാ കല്യാണം കഴിക്കുന്നത്? ദുബായിക്കാരനാ. കല്യാണം കഴിഞ്ഞ ഉടനെ പെണ്ണും ചെറുക്കനും ദുബായിലേക്ക് പോവത്രേ. നാടകത്തിന്റെ ഉദ്ഘാടന തീയതി തീരുമാനിച്ച് ടിക്കറ്റ് വരെ വിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോ ഈ 12 മണിക്കൂർ നടിയെ തിരക്ക് ഞാൻ എവിടെ പോകും? എന്ത് പറ്റി വെക്കച്ചാ? ലളിതയെ കൊണ്ടുപോകാൻ ദുബായിൽ നിന്ന് ഒരുത്തം വന്നിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് രണ്ടുപേരോട് ഒരുമിച്ച് പറക്കാൻ പോവാണെന്ന്. ഞാൻ എങ്ങോട്ട് പറക്കും? ഞാനൊരു നടിയെ കൊണ്ട് തരാൻ വെക്കച്ചാ. വല്ല തല്ലിപ്പൊളിയായിരിക്കും. തല്ലിപ്പൊളിയൊന്നുമല്ല, വിളിച്ചോണ്ടൊന്ന് റിഹേഴ്സൽ കൊടുത്തു നോക്ക്. കൊള്ളൂല്ലെങ്കിൽ പറഞ്ഞു വിട്ടാ മതി. എന്നാ രാവിലെ തന്നെ പോയി വിളിച്ചോണ്ട് വാ. ചേട്ടാ, ഈ ദുബായിക്കാരെ കൊണ്ട് തോറ്റു. അത്യാവശ്യ സാധനങ്ങൾ വിലയ്ക്ക് വാങ്ങി ജീവിക്കാനോ സമ്മതിക്കുന്നില്ല. ഇപ്പൊ നാടകം നടത്താനും പറ്റുന്നില്ല. കെട്ടാ നടിയെ തന്നെ വേണം. എന്തൊരു കഷ്ടമാണ് വക്കച്ച. എഴുത്. താൻ എന്താ ഒന്ന് പുരി കളിക്കുന്നേ? ഭാര്യ പറയാ വന്ന് വിളിക്കാം, ഞാനെന്ത് ചെയ്യാനാ? രോഹിണി എന്താ പുറകെ ചെല്ലാത്തത്? രോഹിണിയല്ലേ ഭാര്യ? എപ്പോഴാണ് പുറകെ ചെല്ലേണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. ഒന്ന് പറഞ്ഞു കൊടുക്കണ പ്രോണ്ടറെ. ഞാൻ പറഞ്ഞില്ലേ? ആ, പോയിട്ട് ഒന്നുകൂടെ വരണം ബാലഗോപാല സാർ. അരുത് നാഥ, അരുത്. പോകരുത്. പ്രാണവല്ലഭ, പോകരുത്. തങ്കത്താലമേന്തിയ സഖിമാര് വന്നു. തങ്കത്താലമേന്തിയ സഖിമാരും ഒന്നിച്ച് കതിർ മണ്ഡപത്തിൽ കാലൂത്തിയ ഈ ഉള്ളവളെ നിറപറയും നിലവിളക്കും വെച്ച് അങ്ങനെ പാണിഗ്രഹണം ചെയ്തത് വിസ്മരിച്ചു പോ നാഥ. അങ്ങ് പോകരുത്. ഒന്ന് പൊന്തിയാച്ചനെ. ചായ സ്പർശിക്കരുത്. സ്പർശിക്കുന്ന പറയണെങ്കിൽ സ്പർശിക്കണ്ടേ? എങ്കിലും പിടിക്കാൻ വേണം. വേണ്ട, പിടിയും വലിയൊന്നും വേണ്ട. തൊട്ടഭിനയിക്കുന്ന ഏർപ്പാടൊന്നുമില്ലെന്ന് വീട്ടിൽ എഴുതി കൊടുത്തേച്ചാ പെണ്ണിനെ വിളിച്ചോണ്ടിരിക്കുന്നത്. നാടകത്തിന്റെ ഭാവനയാ, വേണമെങ്കിൽ മതി. എനിക്ക് എത്ര സുഖം. എടേ, തലമുറ തലമുറയായി നിന്റെ വർഗം എന്റെ വർഗത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിതാ നീയും അത് ആവർത്തിക്കുന്നു. പക്ഷേ ആധുനിക പൗരുഷത്വത്തിന്റെ വക്താവായ ഈ രാജശേഖരൻ പറയുന്നു, അഥവാ പ്രഖ്യാപിക്കുന്നു, ഈ തലമുറയിലെ പൗരുഷം സ്ത്രീത്വത്തിന്റെ കുതന്ത്രത്തിൽ കുടുങ്ങുമെന്ന് കരുതേണ്ടടി കുടലെ. കുലടെ. ആ, അങ്ങനെ വാ. ഒന്നുകൂടെ. അപ്പോൾ അങ്ങ് പോകാൻ തന്നെ തീരുമാനിച്ചുവോ? എടേ, നിന്റെ മാതാവെന്ന് പറയുന്ന ഭദ്രകാളി ഉണ്ടല്ലോ, ആ ശൂർപ്പണക. ഏറെപ്പാളി. ഇതിപ്പോഴാണ് ആട്ടുന്നത്. പിന്നെപ്പോഴാ? എപ്പോഴാ കച്ച? എടീ ഘാതകി, എനിക്ക് 5000 രൂപ ഇപ്പൊ വേണം എന്ന് പറയുമ്പോഴല്ലേ ആട്ടുന്നത്. ആ. ആ, പോയിട്ട് ഒന്നുകൂടെ വാ. ആ, ready, ready, ഒന്നുകൂടെ. ready. അച്ഛനെ, ഇതിൽ എവിടുന്ന് തപ്പിയെടുത്തു? ആദ്യമായിട്ട് അഭിനയിക്കണമെന്നൊന്നും തോന്നില്ല. നല്ല ഉഗ്ര സാധനം. ഇവളൊരു കലക്ക് കലക്ക്. അവിടെ കയറി കൊത്തണ്ട, അത് നമ്മുടെ സ്റ്റാക്ക, അങ്ങ് വിട്ടേരെ. അന്യരുടെ സ്റ്റാക്കിന് എടുക്കാറില്ല, നാശാൻ അറിഞ്ഞൂടെ? എനിക്ക് അവനെ പേടിയാ, രഹസ്യ ഗോപാൽ. രോഹിണിയെ നോട്ടോടുന്നവൻ ആരായിരുന്നാലും ശരി, അവന്റെ ആപ്പീസ് ചെയ്യാൻ പൂട്ടും. വിസ്മരിച്ചുവോ നാഥ? തന്നോട് കൂടിയാ പറഞ്ഞു. അങ്ങ് പോകരുത്. അയ്യപ്പൻ എന്നെ രക്ഷിച്ചു. രോഹിണി വളരെ നന്നായിട്ട് അഭിനയിക്കുന്നു. ലളിതേക്കാ കൊള്ളാം. നല്ല ഒന്നാം തരം ഒരു ഡാൻസും ചെയ്യും. ആഹാ, നമുക്ക് ഡാൻസ് കൂടെ ചേർത്താൽ എന്താ? ചേർത്തോ? അപ്പൊ താമസം നേരം എങ്ങനെയാ? ക്യാമ്പിൽ തന്നെ കഴിയുന്നോ? അത് വേണ്ട വെക്കച്ച. എന്റെ ഒരു ഉറപ്പിന്റെ ഒരു വിട്ടതാ. ഇവിടെയുള്ള പലരെയും എനിക്ക് അത്ര നല്ല വിശ്വാസം പോലെ. അപ്പൊ ദിവസവും വീട്ടിൽ പോയിട്ട് വരാനോ? അത് പറ്റില്ലല്ലോ, ഞാൻ വീട്ടിൽ താമസിപ്പിച്ചോളാം. അത് വേണോ? എന്നെ ഏൽപ്പിച്ചു വിട്ട ആളുടെ ചുമതല എനിക്കില്ലേ വെക്കച്ച, അത് ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ ആ പെണ്ണിന്റെ വീട്ടിലെ കാര്യം വലിയ കഷ്ടത്തിലാണ്. അവിടെ എന്തെങ്കിലും കൊടുക്കണം. പിന്നെ 1-2 സാരി മറ്റും വാങ്ങിച്ചു കൊടുക്കണം. ഒന്നുമില്ല. അതെല്ലാം കൂടെ എന്ത് വേണോന്ന് അങ്ങ് പറ. ഒരു 500. റിഹേഴ്സൽ സമയമാ. പോ.
അതിനുശേഷം രോഹിണി അയ്യപ്പൻ ഒരുമിച്ചായിരുന്നു താമസം? അതെ, അയാൾ പോയ ദിവസം വരെ ഒരുമിച്ച് തന്നെയായിരുന്നു താമസം. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ. അതിപ്പോ ഞാനെങ്ങനെ പറയും സാറേ? ആ പെണ്ണോട് ചോദിച്ചാൽ ഒന്നും പറയില്ല, കണ്ണു പറയും. അയ്യപ്പനോട് ചോദിച്ചാൽ ആണെന്നും പറയും അല്ലെന്നും പറയും. ആ പറയുന്ന അവനല്ല, പട്ടയാ. രോഹിണിക്ക് ട്രൂപ്പിലുള്ള മറ്റാരെങ്കിലുമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള അടുപ്പമുള്ളതായിട്ട് അറിയാമോ? സത്യം പറയാമല്ലോ, ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ ആണും പെണ്ണും അല്ലേ സാറേ, ദൈവം പോലും ചിലപ്പോ അയ്യടാന്നായി പോവും. അയ്യപ്പന് രോഹിണിയെ വിശ്വാസമായിരുന്നോ? തീർത്തങ്ങോട്ട് വിശ്വാസമായിരുന്നെങ്കിൽ അവളോട് മിണ്ടുന്നവരൊക്കെ അയ്യപ്പൻ വഴക്കുണ്ടാക്കുമായിരുന്നു. വഴക്കോ? ആ, ഒരു ദിവസം എന്താണ് അയ്യപ്പ കാണിക്കുന്നത്? വക്കച്ചൻ വന്നത് നിന്റെ ഭാഗ്യം. ഇനി മേലാൽ നീ രോഹിണിയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ വെട്ടിക്കളയും. റാസ്കൽ. എന്താ പറഞ്ഞ അവിടെ ഉണ്ടായത്? കാര്യമൊന്നുമില്ല വക്കച്ച. ഇന്ന് നാടകം നടന്നപ്പോ സൈഡ് കെട്ടെടുത്തുന്ന രോഹിണിയോട് ഈ മദനഗോപാലൻ എന്തോ പറഞ്ഞത്രേ. അത് അയ്യപ്പൻ കണ്ടുപോലും. അതിനെ സംബന്ധിച്ചുള്ള പിടിപാടാ. സ്വാമി ശരണം. പാവത്തിന്റെ കുടല് വെള്ളമായി കാണും. അയ്യപ്പനോടൊന്നും പറഞ്ഞ് എനിക്ക് പെമ്പിളായിട്ട് വർത്താനം പറയാൻ വയ്യ. താനെന്തോടെ പെണ്ണോട് രഹസ്യം പറയാൻ നടക്കുന്നത്? തനിക്ക് ഇത് വന്നപ്പോ പോകണ്ടല്ലോ. എന്താ വേണം വന്നിക്ക് അവിടെ? ഈ ബാലഗോപാലൻ ആളെങ്ങനെയാ? എന്റെ അറിവ് പാവുക. പിന്നെ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപെടൽ ആൾ അത്ര കറക്റ്റ് അല്ല. വേറെ ദോഷമൊന്നുമില്ല. ആ വഴക്കിന് ശേഷം ബാലഗോപാലന് അയ്യപ്പനോട് ശത്രുത വല്ലതും ഉണ്ടായിരുന്നോ? മനസ്സിൽ കാണുമായിരിക്കും, മനുഷ്യരല്ലേ. എന്നാ കൊല്ലപ്പള്ളിയുടെ കാര്യം അങ്ങനല്ല. അയാൾ ആൾ ഡീസന്റ്. കൊല്ലപ്പള്ളി? ആ, അതാരാ? വേറൊരു നടനാ, പേര് ജോസഫ് എന്നാ. കൊല്ലപ്പള്ളി നാട്ടുപേരോ വീട്ടുപേരോ എന്തോ ആണെന്ന് തോന്നുന്നു. അവര് തമ്മിലും ഒരിക്കലും ഉറക്കിയിട്ടുണ്ട്. അതും ഈ പെണ്ണിന്റെ കാര്യത്തിന് തന്നെയാ. കൊല്ലപ്പള്ളിയും രോഹിണിയും തമ്മിൽ അടുപ്പമായിരുന്നോ? എന്റെ പൊന്ന് സാറെ, പരീക്ഷിക്കരുത്. ആണും പെണ്ണും ഉള്ള സഹവാസമാണ്. ചിലപ്പോൾ അടുത്തൊന്നും വരും, അകന്നെന്നും വരും. എന്തായാലും ഒരു ദിവസം അയ്യപ്പൻ വീട്ടിലില്ലായിരുന്ന സമയത്ത് ഈ പറയുന്ന കൊല്ലപ്പള്ളി രോഹിണിയെ കാണാൻ വേണ്ടി അവിടെ ചെന്നിരുന്നെന്നും അയ്യപ്പൻ അതെങ്ങനെയോ അറിഞ്ഞെന്നും കൊല്ലപ്പള്ളിയെ കത്തി നിവർത്ത് കാണിച്ചെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടില്ല. ആട്ടെ, അയ്യപ്പന് നിങ്ങൾ അവസാനമായിട്ട് കണ്ടതെന്നാ? ഈ കാണാതായെന്ന് പറയുന്ന ദിവസവും ഞാൻ കണ്ടാണ്. അന്ന് നാടകമില്ലായിരുന്നു. ഒരു 75 രൂപ വേണം. എവന്റെ കൊടുത്തേക്കാണ്. രൂപയോ? ഒറ്റ പൈസ തരികയില്ല. ആ, അങ്ങനെ പറഞ്ഞ അങ്ങനെ തരാൻ ഇഷ്ടമില്ലായിട്ടല്ല, കയ്യിലില്ലായിട്ടാണ്. ചെല്ലപ്പാ, ഇതെല്ലാം എടുത്ത് അലമാരി വെച്ചേ. രൂപയ്ക്ക് വേണ്ടിയാണ് അയ്യപ്പൻ നിൽക്കണമെന്നില്ല, പൊയ്ക്കോ. അഡ്വാൻസ് ആയിട്ട് തന്നാൽ മതി ഒക്കെ. അഡ്വാൻസ് നിനക്ക് നാണം ഉണ്ടോ അയ്യപ്പ എന്നോട് ഞാൻ അഡ്വാൻസ് ചോദിക്കാൻ? എവന്റെ കാശ് കൊടുത്തില്ല. എവന്റെ അമ്മ വന്നാ എന്നെ എന്തോ ചെയ്യും? മൂക്കിലെടുത്ത് കളയോ? പേടിപ്പിക്കാടാ. ക്യാമ്പിൽ വന്ന് വെള്ളം ഉണ്ടാക്കിയാലേ വിവരം അറിയും, പറഞ്ഞേക്കാം. എന്നാ ഞാൻ വീട്ടിലോട്ട് വരാം. രൂപ അവിടെ വെച്ച് തന്നാ മതി. വേണ്ട വേണ്ട, വീട്ടിൽ രൂപ ഒരു പില്ല അങ്ങോട്ട് വരികയും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ വരും. വേണ്ടെന്നേ, എന്റെ ഒറ്റ പൈസ ഇല്ല. ദേ ഗീശ. പണത്തിന് വേണ്ടി അയ്യപ്പൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു? വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ വന്നില്ല. പണം കൊടുക്കാതെ മകനെ മടക്കി അയച്ചു കാണും. അവൻ അങ്ങനെ പോകുന്ന ആളല്ല സാറേ. അതെന്താ? അവൻ അയ്യപ്പന്റെ മോനാണെങ്കിൽ അയ്യപ്പന്റെ കാലിനെ പോലെ പെരുമാറ്റം. അവന് അയ്യപ്പനോട് ഇത്ര വിരോധം തോന്നാൻ കാരണം? സൃഷ്ടിച്ചതുകൊണ്ടുള്ള വിരോധമായിരിക്കും. അപ്പോ അയ്യപ്പനെ നിങ്ങൾ അവസാനമായി കാണുന്നത് വിഷ്ണുവിന്റെ കൂടെയാണ്? അതെ സാർ. അയ്യപ്പൻ വലിയൊരു മദ്യപാനിയാണെന്ന് പറയുന്നല്ലോ. അയാൾ അങ്ങനെ ആകാൻ പ്രത്യേകിച്ച് കാരണം വല്ലതുണ്ടോ? കള്ളു കുടിച്ചെങ്കിലേ കലാകാരനാകുന്നാണല്ലോ ചിലരുടെ കണ്ടുപിടുത്തം. അയ്യപ്പൻ ഇപ്പൊ എവിടെ കാണാനിടയുണ്ടെന്ന് നിങ്ങൾക്ക് വല്ല ഊഹമുണ്ടോ? ഞാൻ പല വഴിക്കും ചിന്തിച്ചു നോക്കി, പക്ഷെ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല സാറേ. തൽക്കാലം പോകാം. പക്ഷേ അയ്യപ്പനെ കാണാതായതിന് സമാധാനം പറയാനുള്ള ബാധ്യതയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. ഓർമ്മയിരിക്കും. കയറുക. ഇവിടെ വേറെ ആരും ഇല്ലേ? ഉണ്ടുണ്ട്. അവര് ഇപ്പോഴേ എന്റെ ഭാര്യയും മോനും കൂടെ അവരുടെ അമ്മാവന്റെ വീട് വരെ ഒന്ന് പോയിരിക്കുക. ഇന്ന് വന്നില്ലെങ്കിൽ നാളെ രാവിലെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവള് പോയത്. നീ വാ, അകത്ത് വാ. എന്തോ നോക്കിയിരിക്കണം, അങ്ങോട്ടും വയ്ക്കേ. രോഹിണിക്ക് വല്ല കുളിക്കുകയോ ജപിക്കുകയൊക്കെ വേണമെങ്കിലേ ഇതാ ഇവിടെ സൗകര്യമുണ്ട്. ഇവിടെ അകത്ത് ഞാൻ വെളിയിൽ പോയി നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചുണ്ട്. ഇന്നിനിപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എനിക്ക് രാത്രി അല്പം ചാരായം കുടിക്കുന്ന പതിവുണ്ട്. കുറെ കൊല്ലങ്ങളായി ശീലിച്ചു പോയത്. സാരമില്ല, നീ പോയി ആഹാരം കഴിച്ചു, ഞാൻ ഇവിടെ ഉണ്ടാവും.
കഴിച്ചിട്ട് മുറി അകത്തി കിടന്ന് തുടങ്ങിക്കോളൂ. ഞാൻ ഇവിടെ കിടന്നോളാം. അങ്ങനെ ചാടി പോയിട്ട് അത് സംഭവിച്ചു. പിന്നെയും അവിടെ തുടരണമായിരുന്നോ? പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് സാർ. നാടകവും വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ നീ റെഡി ആയില്ലേ? എങ്ങനെ ഡ്രസ് മാറി ഇറങ്ങടി. റിഹേഴ്സൽ നേരമായി. രോഹിണി, എഴുന്നേറ്റ് സാരി കൊടുക്കാൻ. ഞാൻ വരുന്നില്ല. എനിക്ക് നാടകത്തിൽ അഭിനയിക്കണ്ട. എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടാ മതി. വക്കച്ചനോട് രൂപ മേടിച്ചിട്ട് നാടകത്തിൽ അഭിനയിക്കാതെ വീട്ടിൽ പോകാനോ? ഞാൻ ആരോട് രൂപ വാങ്ങിയിട്ടില്ല. ഞാനാ മേടിച്ചത്. അതുകൊണ്ടാ സാരിയൊക്കെ വാങ്ങിയത്. എനിക്ക് സാരിയും കുത്തൊന്നും വേണ്ട. ഇപ്പൊ വീട്ടിൽ പോണം. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. ഓഹോ, അത്ര ധൈര്യമോ നിനക്ക്? ചുണയുണ്ടെങ്കിൽ നീ ഒന്ന് പൊടി. ഞാനൊന്ന് കാണട്ടെ നിന്റെ ധൈര്യം. എന്റെ അനുവാദം കൂടാതെ നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ നിന്നെ ഞാനിവിടെ കൊന്നു കുഴിച്ചു മുട്ടും. നിന്റെ രണ്ട് അനിയത്തിമാരെ ഇവിടെ കൊണ്ടുവന്ന് നിന്റെ ശവത്തിന് മുകളിൽ കിടത്തിക്കാൻ എന്റെ ആഗ്രഹം സാധിക്കും. ഈ വിരലിൽ കണ്ടോടി. ഇതങ്ങോട്ട് അടുത്താറുണ്ടല്ലോ, നിന്റെ കഴുത്തിലെ ഞെരുപ്പുകൾ പൊട്ടിച്ചത്. ഉയിര് വേണമെങ്കിൽ വേഗം ഡ്രസ്സ് മാറിക്കോണം. മരിക്കാൻ എനിക്ക് ഭയമില്ലായിരുന്നു. പക്ഷെ എന്റെ അനുജത്തിമാരുടെ കാര്യം ഓർമ്മിച്ചപ്പോൾ ഞാൻ തളർന്നു പോയി. പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് തോന്നി. ഞാൻ കാരണം എന്റെ അനുജത്തിമാർ കൂടി നശിച്ചുകൂടാ. എല്ലാവർക്കും വേണ്ടി ഞാൻ നശിച്ചേക്കാം. അയാൾ പറഞ്ഞതൊക്കെ പിന്നെ ഞാൻ കേട്ടു. അയ്യപ്പനോട് ഇപ്പൊ എങ്ങനെയാ? സ്നേഹമാണോ വിരോധമാണോ? പറയൂ, സ്നേഹമാണോ വിരോധമാണോ? എനിക്കറിയില്ല. അത് ശരി. രോഹിണിക്ക് ഈ ട്രൂപ്പിലുള്ള മറ്റാരോടെങ്കിലും സ്നേഹമുണ്ടോ? പറയണം. ഇല്ല. ഇവിടെ ഒരു ബാലഗോപാലല്ലേ, അയാളോട് എങ്ങനെയാ? ഒന്നുമില്ല. കൊല്ലപ്പള്ളിയോട് സ്നേഹമാണല്ലേ? ആണ് അല്ലേ? അല്ല. അയ്യപ്പനും രോഹിണിയും തമ്മിൽ ഇടക്കിടക്ക് വീട്ടിൽ വഴക്കുണ്ടാകുമായിരുന്നോ? ചിലപ്പോഴൊക്കെ. എന്തിനു വേണ്ടിയാണ് വഴക്കുണ്ടാകാറുള്ളതെന്ന് പറയാമോ? അധികവും പണത്തിന് വേണ്ടിയാണ്. കയ്യിൽ കിട്ടുന്ന എല്ലാം കുടിച്ചു തീർക്കും. തീരുമ്പോൾ എന്നോട് ചോദിക്കും. ഞാൻ കൊടുക്കാതിരിക്കുമ്പോഴാണ് വഴക്കം. അയ്യപ്പൻ പോയ ദിവസവും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി ഉണ്ടായി അല്ലേ? പണത്തിന് വേണ്ടി തന്നെ. പറയൂ. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേ? ആ, വിഷ്ണുവോ? അല്ല, പരമേശ്വരൻ. അയാളകത്തുണ്ടോ? ഉണ്ടടാ. നീ ഇപ്പൊ എന്തിനാടാ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അമ്മ പറഞ്ഞു രൂപ വാങ്ങിച്ചോണ്ടില്ല. രൂപയോ? നിന്റെ അമ്മ എന്റെ രൂപ വെച്ചിട്ടുണ്ടോ? എനിക്കറിയാൻ പാടില്ല. നിനക്ക് അമ്മയ്ക്ക് രൂപ തെറ്റിയാണോ ജോലി? അത് അമ്മയുടെ നീ ചോദിക്കണം. ഏതായാലും നീ അകത്തോട്ട് കയറി ഇരിക്കുക. ഇല്ല, ഈ മുടിഞ്ഞ വീടിനകത്ത് ഞാൻ കയറില്ല. ഇതേ കാരണത്തിൽ അടി വെച്ചിട്ടുണ്ട്. പിന്നെ അവനെ അടിക്കും. അടിച്ചാ അടിക്കാൻ പിന്നെ എന്നെ കൊല്ലേണ്ടി വരും. ഒരു 50 രൂപ. എന്റെ എവിടുന്ന രൂപ? പിന്നെ അതിനെ കിട്ടുന്ന രൂപയൊക്കെ നീ എന്തോ? അത് ഞാൻ വീട്ടിലേക്ക് അയച്ചു പോയി. നീ ആ തലകറച്ചിനൊന്ന് പറഞ്ഞേക്കാനാ. ഒരു 25 രൂപയോട് എന്റെ ഇല്ലെന്നേ. ഉണ്ടെങ്കിൽ തരില്ലേ? ശരി, ഞാൻ വക്കച്ചനോട് തന്നെ ചോദിച്ചു നോക്കാം. ആ ചെറുക്കൻ രണ്ടും കൽപ്പിച്ച് വന്നിരിക്കുന്നവനെ. എന്നിട്ട് അയാൾ എപ്പോ തിരിച്ചു വന്നു? ഒന്നും മറക്കണ്ട. വക്കച്ചൻ രൂപ തന്നില്ല. ചെറുക്കനെ ക്യാമ്പീരത്തേക്കാ. നീ കുറച്ച് രൂപ നോക്കുള്ളൂ, അല്ലാതെ പോവില്ല. എന്റെ എല്ലാം ഞാൻ എങ്ങനെ തരാനാ? നീ നോക്ക്, കാണും.
ഇതാകെയുള്ള ഇതാണ്. 7 രൂപ. വേറെ പൈസ ഒന്നുമില്ല. ഇല്ല. എന്റെ പെട്ടിയുടെ താക്കോലോടെ. എന്തിനാ? എന്റെ പെട്ടി താക്കോൽ ഞാൻ തരില്ല. രൂപയിലെ പിന്നെ താക്കോൽ എന്താ? രൂപയിലും ഞാനല്ലേ പറഞ്ഞത്. ഞാൻ തരില്ല. എന്റെ പെട്ടി തുറക്കരുത്. തുറക്കരുതെന്നാ പറഞ്ഞത്. അയ്യോ, അതെടുക്കരുത്. സുമതിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. വരുന്ന മാസം അവിടെ കല്യാണമാ. ഈശ്വരനെ വിചാരിച്ച് അത് കൊണ്ടുപോകരുത്. വരുന്ന മാസത്തിലല്ലേ കല്യാണം? അപ്പോഴേ ഞാൻ എടുത്തു തരാം. വേണ്ട. ഇത് വിൽക്കാനൊന്നും പോകുന്നില്ലെന്ന് തൽക്കാലം മഴ വെച്ച് ചെറുക്കനെന്ന് പറഞ്ഞേക്കും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊന്നിട്ട് കൊണ്ടേക്കുള്ളൂ. കമ്മൽ അനിയത്തിക്ക് വേണ്ടി തന്നെയാണോ വാങ്ങിയത്? അതെ. കമ്മൽ വാങ്ങി വെച്ച വിവരത്തിന് ഞാൻ അവൾക്ക് കത്തും എഴുതിയിരുന്നു. അയ്യപ്പൻ അറിയാതെയാണോ കമ്മൽ വാങ്ങിയത്? അറിയിച്ചാൽ അതും കൂടി കൊണ്ടുപോയി നശിപ്പിക്കും. ഈ കമ്മലിന് എന്ത് വില വരും? 650 രൂപയാണെന്നാണ് രാജമ്മ ചേച്ചി പറഞ്ഞത്. ബില്ല് ചേച്ചിയുടെയിലാണ്. അതാരാ ഈ രാജമ്മ ചേച്ചി? ഇവിടുത്തെ ഒരു നടിയാണ്. കയ്യിൽ കിട്ടും പോലെ കുറേശ്ശെ രൂപ അവരെ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ വാങ്ങിച്ചതാണ്. ഈ രാജമ്മ ചേച്ചി ഇത്രയേറെ വിശ്വസിക്കാൻ കാര്യം? എന്റെ കഷ്ടതകൾ അറിയാവുന്ന അവർക്ക് എന്നോട് ഇഷ്ടമാണ്. എന്റെ വീട്ടിലെ കാര്യത്തിന് പലപ്പോഴും എന്നെ സഹായിച്ചിട്ടുമുണ്ട്. അയ്യപ്പൻ കമ്മൽ എടുത്തുകൊണ്ടുപോയ വിവരം മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല. അവർ തമ്മിൽ എന്നും വഴക്കാണ്. അയാൾ പോയത് ഭാഗ്യമെന്ന് പറഞ്ഞിരിക്കുകയാണ് അവൾ. ആര്? രോഹിണിയോ? അതെ. രോഹിണി നിന്നോട് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല, എനിക്കങ്ങനെ തോന്നിയതാണ്. അയ്യപ്പനോട് ഇവിടെ ആർക്കെങ്കിലും പ്രത്യേക വൈരാഗ്യം വല്ലതുണ്ടോ? അയാളെ ആർക്കും ഇഷ്ടമല്ല. അയാൾ എല്ലാരോടും വഴക്കുണ്ടാക്കും. കുടിച്ചു കഴിഞ്ഞാൽ മഹാമോശക്കാരനാണ്. ശരി, നീ ഇപ്പൊ പോയിക്കോളൂ. നീ ഞാൻ വിളിപ്പിക്കും. ചെല്ലപ്പൻ. അവിടെ വിളിക്കുന്നു. എന്നെയോ? ആ, വേഗം കൂടിയല്ലേ. എന്നോട് ആ കമ്മലിന്റെ കാര്യം ചോദിച്ചല്ലോ രോഹിണി. അദ്ദേഹം അതെങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞു ചേച്ചി, കമ്മലും കൊണ്ടല്ലേ പോയത്. ആര്? അയ്യപ്പനോ? ഹോ, മഹാഭാവി. തനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അസുഖമോ? ഇല്ല. സ്ത്രീകളെ കാണുമ്പോ? ആ, അതെ, എന്റെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് സാർ. കാര്യം? സ്ത്രീകൾക്കെല്ലാം എന്നെല്ലാം ഇഷ്ടമാണ്. അതുകൊണ്ട് പറഞ്ഞുണ്ടാക്കുന്നതാണ് സാർ. എല്ലാ സ്ത്രീകൾക്കും നിന്നോട് ഇഷ്ടം തോന്നാൻ കാര്യം? അവർക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയും. കൈ കാശില്ലെങ്കിലും എന്നോട് പറയൂ. വേറെ ആരോടും പറയാറില്ല. പറഞ്ഞാൽ ഞാനോട് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ആവുമ്പോ നാടകത്തിൽ നിന്ന് കിട്ടുന്ന പണം തികയാതെ വരുമല്ലോ. വരും സാർ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് പൈസ വരുത്താറുണ്ട്. വീട്ടിൽ നല്ല സൗകര്യമുണ്ട്. പിന്നെ കലയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചതാ. ചുരുക്കി പറഞ്ഞ താൻ നടികളുടെ ഒരു കറവ പശുവാണ് അല്ലേ? ഇതൊക്കെയല്ലേ സാർ ഒരു മനുഷ്യത്വം. രോഹിണിയുടെ കാര്യത്തിലും ഈ മനുഷ്യത്വം കാണിക്കാറുണ്ടോ? അതുകൊണ്ടല്ലേ സാർ അയ്യപ്പനോട് ഈ വഴക്ക്? അയ്യപ്പനുമായിട്ട് സാധാരണ വഴക്കുണ്ടാകാറുണ്ടോ? കൊള്ളാം, എത്ര പ്രാവശ്യം. പക്ഷെ ഞാനൊന്നും ഭാവിക്കാറില്ല സാറേ. എനിക്ക് ആ കുട്ടിയോട് സ്നേഹമുണ്ട്, ആ കുട്ടിക്ക് എന്നോടും. ഇനി ഒരു സത്യം കൂടെ പറഞ്ഞാൽ മതി. അയ്യപ്പൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അതോ കൊന്നോ? അയ്യോ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ സാർ. ചാരായ ഷാപ്പിച്ച് വഴക്കോട്ടായതിനു ശേഷം അയ്യപ്പനെ ഞാൻ കണ്ടിട്ടേയില്ല. അതെന്നായിരുന്നു? അതിന്റെ പിറ്റേന്ന് മുതലാണ് അയ്യപ്പനെ കാണാതായത്. വഴക്കുണ്ടാകാൻ കാരണം? അത് ഞാൻ പറയണോ സാർ? പറയണം. എനിക്ക് അത്താഴത്തിന് മുമ്പ് ശകലം കഴിക്കുന്ന ശീലമുണ്ട്. നീ ഇതുവരെ പോയില്ലേ? തന്തപ്പടി വരെ പോകാൻ പറ്റൂ? നീ ഇവിടെ തന്നെ നിന്നോ, ഞാനിപ്പോ രൂപ കൊണ്ട് ഉടനെ വരാം എന്ന് പറഞ്ഞ് പോയതാ. എന്നാ നീ ഇവിടെ കുറെ ഇരിക്കുകയുള്ളൂ. എന്റെ പൊന്നു വിഷ്ണു, വേറെ ആരെ മനസ്സിലാക്കിയില്ലെങ്കിലും സ്വന്തം തന്റെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും വേണ്ടേ? അയാളിന് വരാനൊന്നും പോകുന്നില്ല. അയാൾ അപ്പോഴേ തോന്നി വഴിക്ക് പോയി കാണും. വെറുതെ നോക്കിയിരിക്കണ്ട, അയാൾ വരത്തില്ല എന്ന് അപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞതാ. ആ, പിന്നെ സ്വന്തം തന്തയല്ലേ, കാത്തിരിക്കാതിരിക്കാൻ പറ്റുമോ? അത് മക്കളോട് സ്നേഹമുള്ള തന്നെയായിരിക്കണ്ടേ?
വിഷ്ണു ദേ, ദേ, നേരങ്ങളാതെ വീട്ടിൽ പോകും. വീട്ടിൽ പോണെങ്കിലേ വണ്ടിക്കൂലിക്ക് പൈസ വേണ്ടേ? അപ്പൊ അതുമില്ലേ? ദാ, ഇത് മതിയോ? ആ ഒപ്പിക്കാം. അയ്യപ്പ വല്ലാണ്ട് കുടിച്ചുണ്ട്. കുടിച്ചത് എന്റെ വയസ്സ് കൊടുത്താടാ. നീ എന്നോ അതിനുശേഷം നിങ്ങൾ ഏറ്റുമുട്ടിയത് എവിടെ വെച്ചാണ്? ഏറ്റുമുട്ടല്ലോ. അയ്യപ്പൻ വരുന്ന വഴിയിൽ നിങ്ങൾ ആയുധവുമായിട്ട് കാത്തുനിന്നോ അതോ ഏറ്റുമുട്ടലൊന്നും ഉണ്ടായിട്ടില്ല സാർ. നിങ്ങളെ തല്ലിയതിന് നിങ്ങൾ പകരം ചോദിച്ചില്ലേ? കുടിച്ച് ബോധമില്ലാത്തവൻ. ഞാൻ അത്ര കാര്യമാക്കിയില്ല. നേരെ ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചു. ഏത് ഹോട്ടലിൽ? ഹോട്ടൽ എവറസ്റ്റ്. പതിവായി ഞാൻ അവിടെ നിന്ന് ഊണ് കഴിക്കാറുള്ളത്. ഊണ് കഴിച്ചിട്ട് എന്ത് ചെയ്തു? നേരെ ക്യാമ്പിലേക്ക് പോന്നു. ക്യാമ്പിൽ എത്ര മണിക്കെത്തി? ഒരു 10-10 കാണും. എന്നിട്ട് നിങ്ങൾ ആയുധവും എടുത്ത് വെളിയിൽ പോയി അല്ലേ? അയ്യോ ഇല്ല സാർ, ഞാനൊന്നും പോയില്ല. നിങ്ങൾ ഇവിടെ വന്നത് ക്യാമ്പിലുള്ളവർ ആരെങ്കിലും കണ്ടോ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. വന്ന വഴി പാവടിച്ചോട് തുടങ്ങിപ്പോയി. നിങ്ങൾ വലിയ പണക്കാരാണെന്നല്ലേ പറഞ്ഞത്? വീട്ടിൽ കുറെ സ്വത്തൊക്കെ ഉണ്ട്. അപ്പോ നല്ല സ്വാധീന ശക്തിയുണ്ട് അല്ലേ? എനിക്ക് ധാരാളം ബന്ധുക്കളുണ്ട്. ശരി, പോക്കോ. അയ്യപ്പന്റെ ശവം എവിടെ ഇട്ടിരിക്കുന്നു? അയ്യോ എനിക്കറിയില്ല സാർ. ചായ ഷാപ്പിൽ നിന്ന് പിരിഞ്ഞത് പിന്നെ അയ്യപ്പനെ ഇന്നുവരെ കണ്ടിട്ടില്ല. ചെല്ലപ്പൻ, നീ ഇവിടെ തന്നെയല്ലേ താമസം? അതെ സർ. അന്ന് ബാലഗോപാൽ വിഷ്ണുവിന് വണ്ടിക്കൂലി കൊടുത്തു വിട്ടല്ലോ. അതിനുശേഷം അയ്യപ്പൻ ഇവിടെ വന്നിരുന്നോ? വന്നിരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്നിരുന്നു. ചെറുക്കൻ എന്തിയെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ബാലഗോപാലൻ പറഞ്ഞു വിട്ടെന്ന്. ഉടനെ ബാലഗോപാലിനെ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. അന്ന് രാത്രി ബാലഗോപാൽ ക്യാമ്പിൽ വന്നപ്പോ ചെല്ലപ്പൻ ഇവിടെ ഉണ്ടായിരുന്നു? അയാൾ എപ്പോഴാണ് വന്നതെന്ന് എനിക്കറിയില്ല സർ. ഞാനന്ന് ഒരു 9 മണിയോടെ ഉറങ്ങാൻ കിടന്നു. അയ്യപ്പനെ കാണാതായതിനെ കുറിച്ച് ചെല്ലപ്പൻ എന്തെങ്കിലും പറയാനുണ്ടോ? അയാൾ തിരിച്ചു വരുമെന്ന് തന്നെയാണ് സർ എന്റെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കാനുള്ള ന്യായം? ഇതിനു മുൻപ് ഒരിക്കൽ ഇവിടെ നിന്ന് പിണങ്ങിപ്പോയി. കുറെ കാലത്തേക്ക് യാതൊരു വിവരമില്ലായിരുന്നു. ഒരു ദിവസം ഓർക്കാപ്പുറത്ത് കയറി വന്നു. ഇപ്രാവശ്യവും പിണങ്ങിയാണോ പോയത്? പുള്ളിക്കാരന് പോകാൻ അങ്ങനെ പിണക്കമൊന്നും വേണമെന്നില്ല. എവിടെ നിന്നെങ്കിലും കുറെ രൂപ കിട്ടി കാണും. എന്നാ ഒന്ന് സർക്കിറ്റ് അടിച്ചേക്കാമെന്ന് കരുതിയിരിക്കും. ഏതെങ്കിലും ഒരു പെണ്ണും കാണും. പുതിയ ഏതെങ്കിലും പെണ്ണുമായിട്ട് അയ്യപ്പന് ബന്ധമുള്ള വിവരം ചെല്ലപ്പൻ അറിയാവോ? എനിക്കതൊന്നും അറിയില്ല സർ. ഞാൻ അയാളുടെ സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ. ശരി, ചെല്ലപ്പൻ പോയി കൊല്ലപ്പള്ളി വരാൻ പറയും. സാറിനെ അന്വേഷിക്കുന്നു പറഞ്ഞു. നിങ്ങളാണോ മിസ്റ്റർ കൊല്ലപ്പള്ളി? അതെ, ഇരിക്കൂ. നിങ്ങൾ രോഹിണിയെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഉണ്ടെന്ന് രോഹിണി പറഞ്ഞാലോ? പറയാനിടയില്ല. നിങ്ങൾ രോഹിണിയെ കാണാൻ അവരുടെ വീട്ടിൽ പോകാറുണ്ടോ? ഇല്ല. പിന്നെ ഒരിക്കൽ അവിടെ പോയെന്നും അയ്യപ്പനുമായിട്ട് വഴക്കുണ്ടായി എന്നൊക്കെ കേട്ടല്ലോ. ഒരിക്കൽ പോയിട്ടുണ്ട്. അയ്യപ്പൻ ഇല്ലാത്തപ്പോ? അപ്പോ അയ്യപ്പനില്ലായിരുന്നു. രോഹിണിയെ കാണാൻ പോയതാ? അല്ല. പിന്നെ പരിചയമുള്ളവരെ കണ്ടിട്ടൊന്നും പറയാവുന്ന ശരിയാണ്. അതുകൊണ്ട് വന്നതാ. വരൂ, പുരയിലേക്ക് ഇരിക്കാമല്ലോ. ഒരല്പ തിരക്കുണ്ട്. അച്ഛന് നല്ല സുഖമില്ല. ഡോക്ടറെ ഒന്ന് കാണണം. അയ്യപ്പനുണ്ടോ? ആളിനെ പറ്റി അറിയാമല്ലോ. രാവിലെ പോയതാണ്. ഇനി രാത്രി ലക്കില്ലാതെ കയറി വരും. എല്ലാം എനിക്ക് നല്ലപോലെ അറിയാം. കുട്ടി ഇവിടെ താമസിച്ച് ഈ ദുഃഖമൊക്കെ അനുഭവിക്കുന്ന എന്തിനാ? വിധിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മയും 2 അനുജത്തിമാരും ഉണ്ട്. അമ്മയ്ക്ക് സുഖമില്ല. എനിക്ക് നാടകമുള്ളതുകൊണ്ട് അവര് പട്ടിണി കൂടാതെ കഴിയുന്നു. കഴിയുമെങ്കിൽ നാടകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് എന്റെ ഇപ്പോഴുള്ള ആഗ്രഹം. അതെന്താ? ജീവിതം പോലും മടുത്തു കഴിഞ്ഞു. പിന്നെ നാടകത്തിന്റെ കാര്യം പറയണം. ആത്മഹത്യ ചെയ്താൽ എന്റെ വീട് നശിക്കും.
അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. ചേട്ടനെ പോലുള്ള നല്ല ആളുകൾ കൂടെ ഉള്ളത് മാത്രമാണ് ഒരു ആശ്വാസം. എന്റെ കഴിവിലൊതുങ്ങുന്ന എന്ത് സഹായവും കുട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്തു തരും. പറയാൻ മടിക്കരുതെന്ന് മാത്രം. കൊല്ലപ്പള്ളി, എഴുന്നേക്കണോ? നീ വലിയ വില്ലനാണല്ലേടാ. എന്താ റോള് വല്ലതും ഉണ്ടോ കയ്യിൽ? നീ എന്റെ വീട്ടിൽ വന്നിരുന്ന? നിന്റെ വീട്ടിൽ ആരും വന്നോടൊന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടോ? നീ അവളെ കാണാൻ വന്നതല്ലേടാ? എന്താ രോഹിണിയെ കാണാൻ കൊള്ളില്ലേ? നല്ല ഐശ്വര്യമുള്ളൊരു പെണ്ണ്. നിന്നോടൊന്നിച്ച് താമസിക്കുന്ന ഒരു ദോഷം മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നു പൊളക്കടാ. എവിടെ എനിക്ക് പൊളക്കണ്ട്? പൊളന്നു. നിന്നെ ഓർത്തില്ലെങ്കിൽ ഈ കമ്പനിയുടെ വക്കറ്റ് എനിക്ക് ഓർമ്മിക്കണം. ഇവിടെ വക്കറ്റൊന്നും ഇല്ലല്ലോ, ഞാനല്ലേ ഉള്ളൂ. എന്നെ അങ്ങ് ഓർത്താ മതി. നീ എടുത്താ പൊങ്ങത്തില്ലേപ്പാ. നിന്റെ പാട് നോക്ക്. കളിയടാ. അതിനുശേഷം നിങ്ങൾ മാനസികമായി നല്ല അടുപ്പത്തിലല്ലായിരുന്നോ? അല്ലായിരുന്നു. ഇനിയിപ്പോ അയ്യപ്പൻ മരിച്ച നിലയ്ക്ക് രോഹിണിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം, അല്ലേ? അതിനിപ്പോ അയ്യപ്പൻ മരിച്ചിട്ടില്ലല്ലോ സാർ. മരിച്ചിട്ടില്ലെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പാണ് സാർ. എന്താ ഉറപ്പ്? ഉറപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മരിക്കത്തക്ക കാര്യങ്ങളൊന്നും ഉണ്ടായതായിട്ട് അറിവില്ല. അതൊരു നല്ല ഉറപ്പല്ല. അതിരിക്കട്ടെ, അയ്യപ്പനെ കാണാതെ വിവരത്തെക്കുറിച്ച് രോഹിണി എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? ഇല്ല. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചോ രോഹിണിയോട്? ചോദിച്ചില്ല. നിങ്ങൾ അവസാനം അയ്യപ്പനെ കാണുന്നത് എപ്പോഴാ? എന്തായി നോക്കുന്നേ? അല്ല, അവസാനമായി കണ്ടത് എപ്പോഴാണെന്ന് ഓർമ്മിച്ചെടുക്കുകയായിരുന്നു. അയ്യപ്പൻ എങ്ങനെ മരിച്ചെന്നാ നിങ്ങൾ പറഞ്ഞത്? മരിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല സാർ. ഓ, ജീവിച്ചിരിപ്പുണ്ടാവുമെന്നാണല്ലോ പറഞ്ഞത്. ശരി, നിങ്ങൾ പോയി വരുണനോട് വരാൻ പറയും. ഓരോരുത്തന്മാർ എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കും. അതിന്റെ ബുദ്ധിമുട്ട് നമുക്കും. എന്തൊരു ബോർ ഏർപ്പാടാണിത്. ഗുഡ് മോർണിംഗ് സാർ. സാർ ഇവിടെ നിന്ന് ബോറടിച്ചായിരിക്കും അല്ലേ? അവരോട് ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ നോക്കൂ. ചായ എടുത്തിട്ടെ സാർ? എഴുന്നേക്കടാ. നിന്നോട് ഇരിക്കാൻ പറഞ്ഞു? ഇല്ല. പിന്നെ ഇരുന്നതോ? കസേര കണ്ടതുകൊണ്ട് ഇരുന്ന് പോയതാണ്. കസേര കണ്ടാ നീ അപ്പ ഇരിക്കുമല്ലടാ? സാധാരണ എങ്ങനെയാണ്. എന്നാ ഇരിക്കും. വേണ്ട സാർ, നിന്നോളാം. ഇരിക്കാൻ പറഞ്ഞിരുന്നോളാം. ഇരിയടാ. നീ വലിയ കോമഡിയനാണ് അല്ലടാ? അല്ല സാർ, എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് കരയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴും എന്തെങ്കിലും വിട്ടിത്തങ്ങൾ കാണിക്കുകയോ പറയുകയോ ചെയ്ത് സ്വയം ചിരിക്കാൻ നോക്കും. കരയാൻ മാത്രം നിന്റെ വീട്ടിലെന്താ കാര്യം? അച്ഛന് പ്രാന്താണ്, അമ്മയ്ക്ക് വാദം, മൂത്ത പെങ്ങൾ ഒളിച്ചോടിപ്പോയി, ഇളയ പിള്ളേരെ പഠിപ്പിക്കാൻ കാശില്ല. ചിരിക്കാതിരിക്കാൻ പറ്റുമോ സാർ? പോട്ടെ, സാരമില്ല. അയ്യപ്പൻ ഇവിടെ പോയിരിക്കുക? എങ്ങും പോയതല്ല സാർ, അയ്യപ്പനെ കൊന്നതാണ്. കൊന്നതോ? ആര്? ദൈവം, അല്ലാതെ ആര്? അവൻ ഈ ഭൂമിക്കൊരു ഭാരമാണ്. ആ രോഹിണിയെ കണ്ണീര് കുടിപ്പിക്കുന്ന കാണുമ്പോ അവനെ കുത്തിക്കൊന്നു കളഞ്ഞാൽ എന്തെന്ന് എനിക്ക് വരെ തോന്നിയിട്ടുണ്ട്. അപ്പൊ താൻ പറയുന്നത് അയ്യപ്പൻ ജീവിച്ചിരിപ്പില്ലെന്നാണോ? സാർ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അന്യരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി അവൻ വരാതിരിക്കില്ല. ഒളിച്ചിരുന്നാ നടക്കുമോ സാർ? അയ്യപ്പനെ അവന്റെ മകൻ തന്നെ കൊന്നിട്ടുണ്ടെന്നാണ് എന്റെ ബലമായ സംശയം. ആ ചെറുക്കനൊരു മഹാപെശക. സാക്ഷാൽ തന്തക്കാലൻ എന്ന് പറഞ്ഞാൽ അവനാ ആ വിഷ്ണു. അങ്ങനെ തോന്നാൻ കാരണം? അയ്യപ്പനെ കാണാതായ ദിവസം അവനിവിടെ വന്നിരുന്നു. ഇതെന്റെ അവസാനത്തെ വരവാണ്, ഇനി തന്തയോട് പണം ചോദിക്കാൻ ഞാൻ വരില്ല എന്നവൻ തീർത്തു പറഞ്ഞു. അപ്പോഴേ എനിക്ക് സംശയം തോന്നി, ഇവൻ തട്ടും. സാറ് സംശയിക്കണ്ട, അയ്യപ്പനെ ആ വിഷ്ണു തട്ടിക്കളഞ്ഞിട്ടുണ്ട്. രണ്ടും ദൈവനാമങ്ങൾ, അയ്യപ്പനും വിഷ്ണു. കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്ത്രീ ആദ്യം കൊണ്ടുവരൂ. യെസ് സാർ. വരൂ. വാടാ മോനെ. വേണ്ട, നിങ്ങൾ വന്നാ മതി. അപ്പൊ ഇവനോ? അമ്മ പോയിട്ട് വരണം. എന്നെ ആരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അയ്യപ്പന്റെ ഭാര്യയാണല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? അതെന്താ? ആ മനുഷ്യന് നാടൊട്ടുക്ക് ഭാര്യമാരല്ലേ? കൂട്ടത്തിൽ നിങ്ങൾ ഒരു ഭാര്യ അല്ലേ? ഓ, കൂട്ടുഭാര്യയാണേ. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു വിധി ആർക്കും വരുത്തല്ലേ. ബീഡി വലിച്ച് തള്ളുന്ന പോലെ അയാൾക്ക് പെണ്ണുങ്ങള്. അയാൾ ഇത്രക്കാരനാണെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇപ്പോഴിതാ കാണാനില്ലാന്ന് പറയുന്നു. അതറിഞ്ഞപ്പോ അതിലേറെ വിഷമം. അയാൾ എവിടെ പോയെന്ന് വല്ല വിവരമുണ്ടോ? എങ്ങനെ അറിയും? അങ്ങോട്ട് തിരിഞ്ഞ് കയറുകയില്ലല്ലോ. വല്ലപ്പോഴും ചെറുക്കനെ പറഞ്ഞയച്ചാൽ വല്ലതും കൊടുത്തു വിടും. ഈ പ്രാവശ്യം അവൻ ചെന്നപ്പോ അവനെ പറഞ്ഞു പറ്റിച്ച് ഒളിച്ചു കളഞ്ഞു.
അവൻ പിന്നെ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം രാത്രിയിൽ എവിടെയായിരുന്നു ചോദിച്ചില്ലേ? നല്ല ചേലായി. അവൻ നേരും ചൊവ്വും പറയുമോ? തന്തയുടെ മോനല്ലേ, മനസ്സുവാർത്തേക്ക് പോയെന്ന് പറഞ്ഞു. ഇനി എന്തായാലും രൂപയ്ക്ക് വേണ്ടി തന്തയടുത്തേക്ക് പോകുന്ന ഏർപ്പാടെന്നും പറഞ്ഞ് മാറിക്കിടന്ന് ഒറ്റ ഉറക്കം. കാണാനില്ലെന്നറിഞ്ഞപ്പോ അവൻ എന്തു പറഞ്ഞു? ദൈവാധീനം, ശല്യം ഒഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ പറയാൻ ഒക്കോ സാറേ? കാലനാണെങ്കിലും കല്യാണം കഴിച്ചവനായി പോയില്ലേ. എന്തായി സാറേ, വല്ല അറിവുണ്ടോ? വല്ല പെണ്ണുങ്ങളെയും കൊണ്ട് സ്ഥലം കിട്ടുമെന്നാ എന്റെ മനസ്സ് പറയണം. വാ വാ, ആ ചെറുക്കനോട് വരാൻ പറ. യെസ് സാർ. കണ്ടു കിട്ടുകയാണെങ്കിൽ എന്നെ കൂടി ഒന്ന് അറിയിക്കണേ സാറന്മാരെ. നിങ്ങൾ ഇവിടെ ഇരിക്കൂ, നീ വാടാ. മോനെ, അവരതൊക്കെ ചോദിക്കും. അബദ്ധം പറഞ്ഞ് പിടിപ്പിച്ചു കളയരുത്. നീ ഇതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോടാ? ഉണ്ട്. എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. എന്തായിരുന്നു കേസ്? എല്ലാം അടിപിടിയാ. എന്നെ കാണുമ്പോ ചിലക്ക് തല്ലാൻ തോന്നും, ഞാനും തല്ലും. അവസാനം കേസുണ്ടോ വിലക്കിരിക്കും. അപ്പോ ജയിലിൽ പോകാൻ മടിയില്ല? മടിക്കുന്ന എന്തിനാ? ശിക്ഷിച്ചിട്ടല്ലേ. ഈ മുണ്ടം താത്തിയിട്ടെ വാ, ഒന്ന് നോക്കട്ടെ. ഇവന്റെ ഈ രേഖ കണ്ടോ? അതിന്റെ ഫലം കഴിഞ്ഞിരിക്കുന്നല്ലോ സാർ. ഒരു ചെറിയ വെട്ട് വീണിരിക്കുന്നുണ്ടോ? സംഭവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ആ വെട്ട് ശരിക്കും തെളിഞ്ഞിട്ടില്ല സാർ. ഈ രേഖ എന്തിനുള്ളതാണെന്ന് അറിയാമോടാ? കൈമടക്കാൻ. അതല്ല ചോദിച്ചത്, ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇല്ല. ഈ രേഖ കയ്യിലുള്ളവർ കൊലപാതകം ചെയ്യും. നീ അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തു കഴിഞ്ഞു. അതിന്റെ തെളിവാണിത്. എങ്കിലും സ്വന്തം അച്ഛനെ തന്നെ തട്ടിക്കളഞ്ഞുള്ള വിഷ്ണു. ഓട്ടെ, സാരമില്ല, ഞങ്ങൾ സഹായിക്കാം. ശവം എവിടെ ഇട്ടിരിക്കുന്നു? അപ്പോൾ എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല എന്നുള്ള തീർച്ചയാണ് സാർ. നീയല്ലേ കൊന്നത്? സത്യം പറയല്ലോ സാറേ, കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സൗകര്യത്തിന് കിട്ടിയില്ല. അപ്പോ നീ സത്യം പറയില്ല? ഞാനെന്തിനാ സാറേ നുണ പറയുന്നത്? സ്വന്തം അച്ഛനല്ലേ, കൊന്നെങ്കിൽ കൊന്നു പറയും. അച്ഛനോട് രൂപ വാങ്ങിക്കാൻ നാടകയ്ക്കാൻ പോയില്ലേ? എന്നിട്ട് അവസാനം അച്ഛനെയും കാത്ത് ഗേറ്റിൽ നിന്ന് എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ തന്ന ബാലവാലൻ എന്ന് പറയുന്ന ആളാ. അവിടെ നിന്ന് അങ്ങോട്ട് പോയി? നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് വീട്ടിൽ ചെന്നില്ലല്ലോ? അതങ്ങനെ ബസ് കിട്ടണ്ടേ? നീ പറയുന്ന മുഴുവൻ നുണയാണ്. ബാലഗോപാലോട് വണ്ടിക്കൂലും വാങ്ങി നീ നേരെ പട്ടഷാപ്പിലേക്കല്ലടാ പോയത്? ഞാൻ പട്ടയടിക്കാറില്ല. നീ പട്ടയടിക്കാറില്ല. അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പോയതാ. അയ്യപ്പൻ അവിടെ ഉണ്ടായിരുന്നു. നീ വഴിയിൽ കാത്തു നിന്നു. കുടിയും കഴിഞ്ഞ് ലെക്ക് കെട്ട് വരുന്ന അയ്യപ്പനെ വഴിയിൽ കാത്തു നിന്ന് നീ കുത്തിക്കൊന്നിട്ട് ശവ ഇവിടെ മറവ് ചെയ്തു അല്ലേടാ? എങ്കിൽ പിന്നെ എന്നെ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്തോ സാറേ? എന്തോന്ന്? എല്ലാം കണ്ടു പോലെ സാറ് പറയുന്നു. ഇനി ഞാൻ വല്ലതും പറഞ്ഞ ഇങ്ങോട്ട് യേശു അറസ്റ്റ് ചെയ്തോ സാറേ? കേസ് കോടതി വരുമ്പോ ഞാൻ കാര്യം പറഞ്ഞ് പുറത്തു പോന്നോളാം. അപ്പൊ നീ ലോ പോയിന്റ് ഒക്കെ പഠിച്ചു വന്നില്ലടാ കൊലപാതകത്തിന് അറിയിക്കുന്നു. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാതെ ഞാൻ എന്നിട്ട് പന്നെ ഇവനെ പിടിച്ച് ലോക്കപ്പേ. എന്നിട്ട് ആ സ്ത്രീയെ പറഞ്ഞേച്ചേക്ക്. അയ്യോ, എന്റെ മോനൊന്നും ചെയ്യരുതേ. ഇല്ല സാർ, അയ്യപ്പന്റെ മകനെ എനിക്ക് പരിചയമേ ഇല്ല. അയ്യപ്പൻ അന്വേഷിച്ച് ആ ദിവസം ആരും ഷാപ്പിൽ വന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ പുറത്താരെങ്കിലും വന്നു നിന്ന് പോയിട്ടുണ്ടോ? വഴക്ക് കഴിഞ്ഞ് ബാലഗോപാലൻ നിങ്ങൾ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞല്ലോ. അയ്യപ്പൻ എങ്ങോട്ട് പോയി? അയ്യപ്പൻ അവിടെ തന്നെ ഇരുന്നു. എന്നും നേരം വിളിക്കണ മുമ്പ് അവനെ ശരിപ്പെടുത്തില്ലെങ്കിൽ അയ്യപ്പനെ ഇങ്ങനെ വിളിച്ചോ. ആ വാ, നമുക്കൊന്ന് മിനിയും കളയാം. വാ ഇപ്പൊ തന്നെ കണക്കിലധികം കുടിച്ചിട്ടുണ്ടല്ലോ അയ്യപ്പ. ഇന്നിനി വേണോ? നാളെ പോരെ? ഞാൻ കടം പറയുമെന്ന് പേരിട്ടായിരിക്കല്ലടാ. നിന്റെ ഈ ചാരാക്കിട മുഴുവൻ വിലക്ക് മേടിക്കാനുള്ള രൂപ ഈ അയ്യപ്പന്റെ കയ്യിലുണ്ട്. ഇപ്പോഴുണ്ട്, ഇന്നുണ്ട്. കൊണ്ടുപോടാ, കൊണ്ടുപോടാ കുപ്പി. അല്ല, മനസ്സിലായില്ല. അല്ല, ഞങ്ങൾക്കും മനസ്സിലായില്ല. നമുക്ക് ശരിക്കൊന്നും മനസ്സിലായിക്കളയാം. 2 കുപ്പി. ഞങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ വാങ്ങിക്കണ്ട, ഞങ്ങൾ ആവശ്യത്തിന് കുടിച്ചു കഴിഞ്ഞു. ചാരായത്തിന് അളവ് വേണം. ആ ഇറങ്ങിപ്പോയവര് എവിടെയുള്ളവരാണെന്ന് പുനറിയാമോ? ഇല്ല സർ. അവർ ഇതിനു മുമ്പ് അവിടെ വന്നിട്ടുണ്ടോ? ഇല്ല സർ, അതിന് മുമ്പ് വന്നിട്ടില്ല, അത് കഴിഞ്ഞും വന്നിട്ടില്ല. അയ്യപ്പൻ കുറച്ച് രൂപ വാരി പുറത്തിട്ടെന്ന് പറഞ്ഞല്ലോ. അതെ സർ. അത് എത്ര രൂപ കാണുമായിരുന്നു എന്നാണ് അപ്പുവിന്റെ ഊഹം? എത്ര രൂപ കാണുമായിരുന്നു പറയാൻ പറ്റില്ല സർ. 1-2 100 രൂപ നോട്ടുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അയ്യപ്പനെ കാണാതായതിൽ ആ ഇറങ്ങിപ്പോയവർക്ക് എന്തെങ്കിലും പങ്കുള്ളതായിട്ട് അപ്പുവിന് തോന്നുന്നുണ്ടോ? അതിപ്പോ ഞാനെന്ത് പറയാനാണ് സർ? അവരെ വീണ്ടും കണ്ടാൽ അപ്പുവിന് തിരിച്ചറിയാമോ? തിരിച്ചറിയാം സർ. അയ്യപ്പൻ കുടി കഴിഞ്ഞ് അവിടെ നിന്ന് എപ്പോഴാ പോയത്? അയ്യപ്പ ഒന്ന് പോയാട്ടെ അയ്യപ്പ, എനിക്ക് കട കിടക്കണം അയ്യപ്പ. എത്രയായി? 22 രൂപ 40 പൈസ.
എന്നാ വിളിയോ ഒരു പേര് കൊണ്ടുപോകാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ കുറെ സ്ഥിരം വാചകങ്ങളുണ്ട്. ആർക്കാ ഡാഡി? മിണ്ടായിരുന്ന അജി വന്നിട്ട് പടാ ഇനി അവന്റെ വക ഒരു വിസ്താരം. അത് കൊള്ളാം. പത്രക്കാരെന്ത് എഴുതിയതിന് നമ്മുടെ മോൻ എന്ത് പിടിച്ചു? പത്രക്കാരൻ കൊള്ളാം, മോനും കൊള്ളാം, ഭാര്യയും കൊള്ളാം. ഇരിക്കുന്നോ? കാപ്പി പിടിക്കുന്നില്ലേ? വേണ്ട. രക്ഷയില്ല മോനെ, ഡാഡി ഇന്ന് കയറ് പൊട്ടി തീർക്കുക. എന്തിനാ വെറുതെ മോനെ വഴക്കു പറഞ്ഞത്? നിന്റെ അച്ഛനൊരു പത്രം തുടങ്ങിയാൽ എന്തായിരുന്നു? എങ്കിൽ പിന്നെ ഒരു പത്ര ഉടമയുടെ മകളെ കല്യാണം കഴിച്ചാൽ പോരായിരുന്നു? ആ കൂട്ടുകാർക്കോ കുടുംബക്കാർക്കോ പത്രമില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. കാണാതെ പോയ അയ്യപ്പൻ എന്റെ മുമ്പിൽ കിടന്ന് ഉരുളുകയല്ലേ. എന്നിട്ട് ഞാൻ ശ്രദ്ധിക്കാന്നിട്ടാണ് പോലും. അനാസ്ഥയാണത്രേ. റാസ്കൽസ്. ദേ, ഈ പോലീസ് ഭാഷ ഇവിടെ വേണ്ട കേട്ടോ. ജേക്കബ് ഹിയർ. ഗുഡ് മോർണിംഗ് സർ. കണ്ടു സർ, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് സർ. പത്രക്കാർ ഇങ്ങനെയൊക്കെ എഴുതാൻ പോയി ഞാൻ എന്ത് ചെയ്യാനാ? ശരി സർ. ഓക്കെ സർ, താങ്ക് യു. ഐ ജിയുടെ ഫോണാ. 2 ആഴ്ചക്കുള്ളിൽ അയ്യപ്പനെ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കണമെന്ന്. ഇവനൊക്കെ ഞാനവിടെ പോയി അന്വേഷിക്കാനാ. അയാൾക്ക് അവിടെ ഒന്ന് പറഞ്ഞാൽ മതി. ഡാഡി വെറുതെ പറഞ്ഞല്ലേ മോനെ? അങ്ങനെ. നീരാളി, അയ്യപ്പൻ ജീവിച്ചിരിപ്പില്ല. അത് നിനക്കങ്ങനെ അറിയാം? എന്റെ മനസ്സെങ്ങനെയാ പറയുന്നത്. ചത്തങ്ങി ശവമെങ്കിലും കിട്ടണ്ടേ? ഇനി അതൊന്ന് അന്വേഷിച്ചു നോക്കൂ. ഇന്നെവിടെയാ നാടകം? തിരുവനന്തപുരം. എന്ന് മടങ്ങി വരും? നാളെ ആറ്റിങ്ങൽ സ്റ്റേ ഉണ്ട്, മറ്റന്നാൾ കാലത്ത് വരും. ശരി, താങ്കൾ വണ്ടി കയറി. ഞാനൊന്ന് പൂട്ടിട്ട് വരാം സാർ. ഒന്ന് വേഗം പൂട്ടിട്ട് പാടും. ഏതായി കമ്മല്? അയ്യപ്പൻ എന്ന് പറയുന്ന ആൾ കൊണ്ടുവന്നതാ. എവിടെയാ അതിന്റെ കട? ചന്തമുക്കില. നിങ്ങൾക്ക് സ്വർണം പണം എടുക്കുന്ന ഏർപ്പാടുണ്ടോ? ഇല്ല, വാങ്ങാറേ ഉള്ളൂ. കളവ് മുതൽ മാത്രം അല്ലേ? ഇല്ല സാർ, കളവ് ഞാൻ വാങ്ങാറില്ല. പിന്നെ ഇതെന്തിനാ വാങ്ങിയത്? പണയം വയ്ക്കാനാ അയ്യപ്പൻ വന്നത്. പണയം എടുക്കുന്ന ഏർപ്പാടില്ലെന്ന് പറഞ്ഞപ്പോ വിലക്കെടുത്താ മതിയെന്നായി. അങ്ങനെയാ ഞാൻ വിലക്ക് മേടിച്ചത്. എത്ര രൂപ കൊടുത്തു? 450 രൂപ. ഈ കച്ചവടത്തിൽ എത്ര രൂപ ലാഭമുണ്ട്? അത് നിങ്ങൾ കൊടുത്ത 550 രൂപയായിട്ട് അയ്യപ്പൻ എങ്ങോട്ടാ പോയത്? 450 കൊടുത്തോളൂ സാർ. അതും വാങ്ങിക്കൊണ്ട് എങ്ങോട്ടാ പോയത്? അറിയില്ല സാർ. ചോദിച്ചില്ലേ? രൂപയ്ക്ക് എന്താ ഇത്ര അത്യാവശ്യമെന്ന് ചോദിച്ചു. അതറിഞ്ഞിട്ട് തനിക്കെന്ത് വേണം? താൻ തന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞൊരു ചാട്ടം. പിന്നെ ഞാൻ മിണ്ടിയില്ല. കമ്മൽ വിൽക്കാൻ വന്നപ്പോ അയ്യപ്പന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേരെന്താ? ഒറ്റയ്ക്കാണ് സാർ വന്നത്. അകലെ മാറി ആരെങ്കിലും ഇപ്പൊ ഉണ്ടായിരുന്നു അയ്യപ്പനെ പ്രതീക്ഷിച്ച്? ഞാൻ ശ്രദ്ധിച്ചില്ല സാർ. 450 രൂപ പോരെന്ന് പറഞ്ഞ അയ്യപ്പൻ വീണ്ടും കടയിൽ വന്നില്ലേ? എന്തായിരുന്നു അത്? ഇല്ല സാർ, രൂപയുമായി പോയിട്ട് പിന്നെ വന്നിട്ടേ ഇല്ല. കമ്മലിന്റെ മകസ്തർ അയാളുടെ മൊഴി എടുത്തോളൂ. വാടോ. എന്റെ ഊഹം ശരിയാകാനാണ് സാധ്യത. 450 രൂപ കൈ കിട്ടി. അത് തീരുന്നവരെ സൂക്ഷിക്കളാമെന്ന് കരുതി കാണും. പോലീസ് വന്നിരിക്കുന്നത് അവര് ജോലിയില്ല അത് കണ്ടുപിടിക്കാൻ.
അല്ല പോലീസായോ അല്ല കൊണ്ടുവരുന്നത് സാർ ഇത് എവിടെയാ കിടക്കുന്നത്? കല്ലട പദ്ധതി 7ാം പദ്ധതിയിൽ തീർക്കും. NOC തട്ടിപ്പ്. കലാകാരന്റെ ശവശരീരം കാലിച്ചാക്കിൽ. ഇഷ്ടം. കഴിഞ്ഞ 2 മാസത്തിലേറെയായി കാണാതിരുന്ന കൃഷ്ണപുരം കൊല്ലപ്പള്ളി കലാകാരന്റെ ശവശരീരം കാലിച്ചാക്കിൽ. കഴിഞ്ഞ 2 മാസത്തിലേറെയായി കാണാതിരുന്ന കൃഷ്ണപുരം ഭാവന തിയേറ്റേഴ്സിലെ തബലിസ്റ്റായിരുന്ന അയ്യപ്പന്റെ ശവശരീരം ഒരു ചാക്കിൽ കെട്ടിയ നിലയിൽ ഭാവന തിയേറ്റേഴ്സിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അകലെയുള്ള കറ്റാണം റോഡിൽ ചിരുതച്ചിറ പാടത്തിൽ നിന്നും കണ്ടെടുത്തിരിക്കുന്നു. ബലബല, ഇതൊരു കൊലപാതകമാണ് സ്ഥിരീകരിക്കപ്പെട്ടതോടുകൂടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. അല്ലെ നമ്മുടെ അയ്യപ്പനാരോ കൊന്നാണെന്ന്. രാജമൻ ചേച്ചി, പാലം തുറക്കണേ. രാജമൻ ചേച്ചി. ചേച്ചി, നമ്മുടെ അയ്യപ്പനാശം മരിച്ചതാ. ശവം കറ്റാണ റോഡിൽ നിന്ന് കണ്ടുകിട്ടിയെന്ന് ഇന്നത്തെ പേപ്പറിലുണ്ട്. ആരോ കൊന്നതാണെന്ന്. എന്റെ ദൈവമേ, ആരെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞേക്കണം. എല്ലാവരോടും പറഞ്ഞേര്. ജഡം അയ്യപ്പന്റെ തന്നെയാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. മെറ്റീരിയൽ ഒബ്ജക്റ്റുകളെല്ലാം അവസാനം കണ്ട സാക്ഷികളുടെ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. സ്കള്ളിന്റെ ഫോട്ടോ സുപ്രീം പൊസിഷൻ നാളെ വരും. അതുകൂടി വന്നാലേ തീർത്ത് പറയാൻ പറ്റൂ. അതും ഫേവറബിൾ ആയിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഈ കഷ്ണം വയറിന് മേൽഭാഗത്ത് 3ാമത്തെ വാരിയലിനോട് ചേർന്ന് 4.5 ഇഞ്ച് ആഴത്തിൽ കുത്തിയിറക്കിയിരുന്നു. ഇതിന്റെ കൂർത്ത അറ്റം ചങ്കിൽ തട്ടിയിട്ടുണ്ട്. തന്മൂലമുണ്ടായ ഷോക്കും ഹെമറേജുമാണ് മരണകാരണം. കുത്തിയതിനു ശേഷം കുപ്പി വലിച്ചൂരിയെടുക്കാൻ കൊലപാതകി മെനക്കെട്ടിട്ടില്ല. കാണാതായി എന്ന് പറയുന്ന ദിവസം തന്നെയാണ് മരണം നടന്നിട്ടുള്ളതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉറപ്പിച്ചു പറയുന്നു. അത് അയ്യപ്പന്റേതാണെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. അയാൾ താക്കോൽ കൊണ്ട് നടക്കുന്ന സ്വഭാവക്കാരനുമല്ല. ശവം കിടന്ന ചാക്കിന് പുറത്ത് മണ്ണിൽ നിന്നാണ് അത് കിട്ടിയിട്ടുള്ളത്. ശ്രീദേവി രാത്രിയിൽ ഒറ്റയ്ക്ക് എന്തിനോട് വന്നു? എനിക്കറിയില്ല ജയേട്ടാ, എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ കിടക്കയിലായിരുന്നു. ഭർത്താവിനോടൊത്ത് കിടക്കമുറി കിടന്ന ഭാര്യ മറ്റൊരു പുരുഷനിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വാടക വീട്ടിൽ ഈ പാതിരാത്രിയിൽ ഓടി വന്നത് ഒട്ടും ശരിയായില്ല. എങ്കിൽ പിന്നെ ഈ സമയത്തിരുന്ന് അങ്ങെന്തിനു പാടി? ജയേട്ടന്റെ പാട്ട് കേട്ടാൽ എന്റെ ശരീരത്തിന് ഓടിയെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ ആത്മാവെങ്കിലും പാഞ്ഞെത്തുമെന്ന് ജയേട്ടൻ അറിയാത്തതല്ലോ. ക്ഷമിക്കൂ ശ്രീദേവി, ക്ഷമിക്കൂ. ഇനി ഒരിക്കലും ഞാൻ പാടുകയില്ല. എന്ന് മാത്രമല്ല, ശ്രീദേവിയുടെ ജീവിതത്തിന് സ്വയം നശിപ്പിക്കാതിരിക്കാൻ ഞാൻ ഈ നാട്ടിൽ തന്നെ പോവുകയാണ്. എന്നേക്കുമായി പോവുകയാണ്. ഇല്ല, ഞാൻ വിടില്ല. എന്റെ ജയേട്ടന് ഏകനായി എങ്ങും പോയി ഞാൻ സമ്മതിക്കില്ല. ശ്രീദേവിക്ക് തെറ്റി. ഏകനായല്ല ഞാൻ പോകുന്നത്. ഞാൻ എവിടെ പോയാലും എന്റെ ശ്രീദേവിയെ കുറിച്ചുള്ള മധുരസ്മരണകൾ എന്നും എന്നോട് ഒന്നിച്ചുണ്ടാവും. അതിനേക്കാൾ വലിയൊരു കൂട്ട് ഈ ജീവിതത്തിൽ എനിക്ക് ആവശ്യമില്ല. എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ജയേട്ടന് എങ്ങും പോയി ഞാൻ സമ്മതിക്കില്ല. അബദ്ധം പറയാതിരിക്കും ശ്രീദേവി. ശ്രീദേവിയുടെ ഭർത്താവ് എവിടെയുണ്ട്? ഭർത്താവ് ജയേട്ടനെ അല്ലാതെ മറ്റാരും എനിക്ക് സ്നേഹിക്കാനാവില്ലെന്ന് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞതാണ്. മാത്രമല്ല, ആ മനുഷ്യനെ എനിക്ക് വെറുപ്പാണെന്ന് ഞാൻ തുറന്നു പറയുകയും ചെയ്തു. എന്നിട്ടും എന്റെ സ്വത്ത് മാത്രം മോഹിച്ച് അച്ഛന്റെ പിൻബലത്തോടു കൂടി എന്നെ വിവാഹം
ഭർത്താവാണെന്ന് പറഞ്ഞു നടക്കുന്ന ആ മുറച്ചെറുക്കന് എനിക്ക് ഉറപ്പാണ്, ഉറപ്പാണ്. നീ ഇറങ്ങിപ്പോരുന്നത് ഇങ്ങോട്ട് തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവരിപ്പോൾ ഇവിടെ പറഞ്ഞു നിർത്തിയില്ല. അതൊരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കാമോ? തുടക്കം മുതൽ കേട്ടില്ല. പറയണേ, നിന്നെ വിവാഹം ചെയ്ത് എന്നെ നിനക്ക് നിനക്ക് ഉറപ്പാണ്, ഉറപ്പാണ്. അപ്പോൾ ഇവനോടോ? ജേട്ടൻ എന്റെ പ്രാണനാണ്, അത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആരെയും ഭർത്താവ് സംസാരിക്കുന്നതിനിടയിൽ കാമുകന് കാര്യമില്ല. എന്തിനിങ്ങനെ ഒരു ഭർത്താവാണെന്ന് പറഞ്ഞ് നടക്കുന്നു? നിങ്ങളുടെ ഭാര്യയാണെന്ന് പറയുന്നത് എനിക്ക് അപമാനമാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അമ്മയോട് സംസാരിച്ച് തീരുമാനിക്കാം. വരൂ. ഞാൻ വരുന്നില്ല. നീ വരില്ലേ? ഞാൻ നിങ്ങളോടൊന്ന് ചെല്ലല്ലോ വന്നത്. ശരിയാണ്. എന്നോടൊപ്പം എന്റെ കട്ടിലുണ്ടായിരുന്ന എന്റെ ഭാര്യയെ പഴയ കാമുകന്റെ വീട്ടിൽ വെച്ച് പാതിരാത്രിയിൽ ഞാൻ കാണുന്നു. അത് ഞാൻ ക്ഷമിക്കുന്നു. വേണ്ട, ക്ഷമിക്കണ്ട. ശ്രീദേവി, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ എന്റെ ജേട്ടനോടൊന്നിച്ച് ഈ നാട്ടിൽ നിന്ന് തന്നെ പോവുകയാണ്. ഇവരോടൊന്നിച്ചോ? നീയോ? എങ്കിലും അറിഞ്ഞിട്ടെന്ന കാര്യം. വാടി ഇവിടെ. വരാനില്ല, വരാൻ. കിടക്കാതെ വാടി ഇവിടെ. വാടി ഇവിടെ. ജേട്ടാ. ജേട്ടാ. ശ്രീദേവി, ജേട്ടാ. അരുത്. ആ തോക്കിലിനെയും ഗോലി ഉണ്ടെന്നാണ് തോന്നുന്നത്. അത് പ്രയോജനപ്പെടുത്താതിരിക്കരുത്. നഷ്ടപ്പെട്ടു പോയ ഒരു സ്നേഹബന്ധത്തിൽ ദുഃഖചിന്തകളുമായി കഴിയുന്നവനാണ് ഞാൻ. ഇവരുടെ സ്നേഹത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചവരാണ് ഞാൻ. സ്നേഹത്തിന്റെ അർത്ഥമെന്തെന്നറിയാത്ത മനുഷ്യമുഖങ്ങളുടെ ഇടയിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടു. അന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ ആരുമില്ലായിരുന്നു. ഇന്നെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു. ഈ മുത്തച്ഛനെ ഒന്ന് കൊന്നു തരൂ. ഈ മുത്തച്ഛനെ ഒന്ന് നീ കൊന്നു തരൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. രാവിലെ കാപ്പി കിട്ടിയോ? കിട്ടി. ഇന്നലെ സുഖമായിട്ട് ഉറങ്ങിയോ? സോറി, നിങ്ങൾ ഇത്രയും നേരം ഇവിടെ ഇരുത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. ഒരു ചെറിയ കാര്യം അന്വേഷിച്ചറിയാനാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. ഇന്നലെയോ മെനിഞ്ഞാന്നോ നിങ്ങളുടെ ഒരു താക്കോൽ കൂട്ടം നഷ്ടപ്പെട്ടോ? അത് പോയിട്ട് കുറെ നാളായി സാർ. അത് കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാമോ? അറിയാം. ഇതാണോ? അല്ല. ഇതോ? അതെ. ഇതെവിടെയാണ് നഷ്ടപ്പെട്ടത്? ഓർമ്മയില്ല. ഇതെവിടെ നിന്നാണ് എനിക്ക് കിട്ടിയെന്നറിയാമോ? അയ്യപ്പന്റെ ശവക്കുഴിയിൽ നിന്ന്. ഇതെങ്ങനെ അവിടെ വന്നു? നിങ്ങളുടെ കയ്യിലിരിക്കേണ്ട താക്കോൽ അയ്യപ്പന്റെ ശവക്കുഴിയിൽ എങ്ങനെ വന്നെന്ന് സത്യം പറയൂ. രോഹിണിയെ സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ അയ്യപ്പനെ കൊന്നു? അല്ല സാർ. പിന്നെ എന്തിനു കൊന്നു? സത്യം പറയുന്നതാണ് നല്ലത്. ഇനി ഞാൻ ഒന്നും വിളിക്കുന്നില്ല സാർ. ജോസഫ് ആണോടാ? ആ, നീ എന്താ താമസിച്ചേ?
നല്ല മഴയായിരുന്നു. അപ്പൻ ഉറങ്ങിക്കോ. ശവം കുഴിച്ചിട്ടിട്ട് ആ തൂമ്പ എന്ത് ചെയ്തു? തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയോ? ഇല്ല, അടുത്തുള്ളൊരു തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ആകെ 11 പീസുകളായിട്ടാണ് ഉടഞ്ഞിട്ടുള്ളത്. കൂടാതെ ചെറിയ തരികൾ വേറെയും കാണും. പ്രധാനപ്പെട്ട 10 പീസുകളും ഇവിടെ തന്നെയുണ്ട്. ദേ ഈ വലിയ പീസാണ് കാണാതായിട്ടുള്ളത്. സൂക്ഷിച്ചു പിടിക്കണം. അതെ, വക്കച്ചനാണ്. ആരാ? ഓ, ഫൈനാൻഷ്യൽ സെക്രട്ടറിയാ. ഞങ്ങള് റെഡി ആയിരിക്കാണ്. വിഷമിക്കാനൊന്നും ഇല്ലെന്നേ, ഇവിടുന്ന് 6 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. അത് ഞങ്ങളുടെ വണ്ടിക്ക് ഒരു ചെറിയ തകരാറ്. പുറപ്പെട്ടു കഴിഞ്ഞു. ഓക്കെ. ഏതായാലും എല്ലാവരും വണ്ടിയിലോട്ട് കയറ്. കൊല്ലപ്പള്ളി ചിലപ്പോൾ നാടക സ്ഥലത്ത് വരുമായിരിക്കും. ഇന്ന് ആരോ ഉണ്ടെന്ന് അറിയാലോ അയക്ക്. കയറ് കയറ്. എന്റെ പൊന്നു വക്കച്ച, സ്നേഹമൊക്കെ സ്നേഹം, എഗ്രിമെന്റ് ഉള്ളതാ. പക്ഷെ കൊല്ലപ്പള്ളി ഇല്ലാതെ നാടക സ്ഥലത്തേക്ക് ഞങ്ങളില്ല. പോലീസിന്റെ പ്രളയമായിരിക്കും. പിന്നെ ഗവർണറൊക്കെ വരുന്നതാ. കൊല്ലപ്പള്ളി ഇല്ലാതെ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കും പേടിയാ വക്കച്ച. രോഹിണി എന്ത് പറയുന്നു? വരണനോ? അല്ല വക്കച്ച, ഞാൻ മാത്രം വന്നാ നാടകം നടക്കുമോ? ഈ കൊല്ലപ്പള്ളി എവിടെ പോയി ഒളിച്ചിരിക്കുക? ഭയങ്കര ചതിവായി പോയി വക്കച്ച. കൊല്ലപ്പള്ളിക്ക് വരുന്ന ഓർക്കസ്ട്രക്കാരെ ആരെങ്കിലും കയറ്റാവുന്നേ? നാടകം പൊട്ടി പാളിസായിപ്പോ വക്കച്ച. പൊട്ടിക്കോട്ടെന്ന്. എന്ത് സംഭവിച്ചാൽ ഇന്നത്തെ നാടകം കളിക്കാതിരിക്കാൻ പറ്റുമോ? തല പോകുന്ന ഏർപ്പാടാ. ഹലോ, കൊല്ലപ്പള്ളിയോ? വക്കച്ച ചേട്ടാ, കൊല്ലപ്പള്ളിയാ? ഹലോ, കൊല്ലപ്പള്ളിയാണോ? എവിടുന്നാ സംസാരിക്കുന്നേ? ഞങ്ങളെല്ലാം വളരെ വിഷമിച്ചിരിക്കുക. ഇപ്പൊ എവിടുന്നാ സംസാരിക്കുന്നേ? കൃത്യസമയത്ത് നാടക സ്ഥലത്ത് എത്തിക്കൊള്ളാമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഹലോ, എവിടെന്നാന്ന് പറഞ്ഞാ വക്കച്ചൻ അറിയത്തില്ല. നിങ്ങൾ നേരെ തിയേറ്ററിലോട്ട് പൊക്കോളൂ.
കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തിക്കോളാം. ഇന്നത്തെ നാടകത്തിന് ഇങ്ങനെ ഒരു സൗജന്യം ചെയ്യാതെ നിവർത്തിയില്ല. അതുകൊണ്ട് ചെയ്യുന്നതാ, അറിയാമല്ലോ. എല്ലാരും ഒന്ന് വേഗം കയറിക്കേ. അയ്യപ്പനെ കൊന്നതിന് എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ശ്രീദേവി, മോളെ ശ്രീദേവി, മോളെ ശ്രീദേവി, മോളെ ശ്രീദേവി. നീ ഇതുവരെ എന്ത് ചെയ്യായിരുന്നു മോളെ? ഈ വേഷത്തിലാണോ ക്ഷേത്രത്തിൽ പോകുന്നത്? ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണ്ടി ആരും കുറ്റം ഏറ്റെടുക്കണ്ട. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണ്ടി ആരും കുറ്റം ഏറ്റെടുക്കണ്ട. നീ എന്താ മോളെ ഈ പിച്ചുമ്പയും പറയുന്നത്? ക്ഷേത്രത്തിൽ പോകുന്നത് ഈ വേഷത്തിലാണോ നാട്ടം ചോദിക്കുന്ന കേട്ടില്ലേ? ഇല്ല, കുറ്റം ചെയ്ത് ഞാനാണ്. ഞാനത് തുറന്നു പറയും. എനിക്ക് വേണ്ടി ആരും കുറ്റം ഏറ്റെടുക്കണ്ട. നീ ഇതുവരെ എന്തെടുക്കായിരുന്നു മോളെ? ക്ഷേത്രത്തിൽ പോകുന്ന ഈ വേഷത്തിലാണോ? ഞാൻ സമ്മതിക്കില്ല. ഇല്ല ഇല്ല, കുറ്റം ചെയ്ത് ഞാനാണ്. ഞാനത് തുറന്നു പറയും. ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. മോള് ക്ഷേത്രത്തിൽ വരുന്നില്ലേ? അല്ല, ഞാനല്ല, 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 ഞാനല്ല. എന്ത് പറ്റിയത്? എന്നെ കുതിച്ചോളെ വാഴ തുടങ്ങാതെ അവരുടെ അഞ്ഞാലും മുണ്ടെടുത്തോളൂ. നീ പോയി മുണ്ടെടുക്കാൻ. എനിക്ക് മനസ്സില്ല. നീ അങ്ങനെ പിണങ്ങാതെ മോളെ. നിന്റെ നാലുകാലിന്റെ കമ്മൽ ഞാൻ വിറ്റെന്നും പറഞ്ഞു നീ ഇങ്ങനെ പിണങ്ങിയാലേ. ഞാനത് വിറ്റു. വളയെടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് വിറ്റു. നീ എന്തിനാണ് നിന്റെ അനിയത്തിയെ കെട്ടിച്ചുവിടായി പാതൊക്കെ വിടുന്നത്? അവളെ ഇനി വിളിച്ചുകൊണ്ട് വാ, നമുക്ക് ഇവിടെ താമസിക്കാൻ. അവളും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കില്ലേ? പേടിക്കണ്ട, അവള് വന്നാലും നിന്നെ ഞാൻ പറഞ്ഞു വിടത്തൊന്നുമില്ല കേട്ടോ. നീ എന്റെ കുപ്പി കുട്ടി, നിന്നെ ഞാൻ കൊല്ലുപടി. മനുഷ്യനല്ല, നീ മനുഷ്യനല്ല. ജീവിച്ചാൽ ഇനിയും എന്നെ പോലുള്ള രോഹിണിമാരുണ്ടാവും. ഒരു സ്ത്രീയെ പോലും ഇനി നീ നശിപ്പിക്കാൻ പാടില്ല, പാടില്ല, പാടില്ല.
അയ്യോ